Hello everyone, hope you're all doing good. Myself Sanuja and നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബയോളജി ആണ് അല്ലേ. അപ്പോൾ ബയോളജിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. +2 ബയോളജിത്തെ ചാപ്റ്ററിൻ്റെ പേര് എവല്യൂഷൻ എന്നാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു, നമ്മൾ കുറേ തിയറീസ് പഠിച്ചു ആൻഡ് നമ്മൾ അതിൻ്റെ എവിഡൻസസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എവിഡൻസസിൽ തന്നെ പാലിയന്റോളജിക്കൽ എവിഡൻസസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. കൂടുതലൊന്നും തന്നെ പറയാനുണ്ടായിരുന്നില്ല. ഫോസിൽസിനെ പറ്റിയായിരുന്നു പറഞ്ഞത്, കുറച്ച് പിക്ചേഴ്സും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അടുത്ത എവിഡൻസ് എംബ്രിയോളജിക്കൽ എവിഡൻസ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയത്. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഓർമ്മ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എംബ്രിയോളജിക്കൽ എവിഡൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കോൺസെപ്റ്റിലാണ് നമ്മൾ എത്തി നിന്നത്, റൈറ്റ്. സോ എന്താണ് എംബ്രിയോളജിക്കൽ എവിഡൻസസ്? എന്താണ് എംബ്രിയോ? എംബ്രിയോ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഓർഗാനിസം ജനിക്കുന്നതിന് മുമ്പേ ആ ഓർഗാനിസം എന്ത് ചെയ്യും? അമ്മയുടെ വയറിനകത്തല്ല, അമ്മയുടെ യൂട്രസിനകത്ത്, ടു ബി പ്രിസൈസ്, അമ്മയുടെ യൂട്രസിനകത്തായിരിക്കും ഇതിൽ ഉണ്ടാവുക. അപ്പോൾ അവിടെ സൈഗോഡ് അല്ലേ ആദ്യം ഉണ്ടാവുന്നത്. സൈഗോഡ് പിന്നീട് അത് എംബ്രിയോ ആയിട്ട് ഡെവലപ്പ് ചെയ്യത്തില്ലേ. അപ്പോൾ ഏതൊരു ഓർഗാനിസത്തിനായാലും എന്തുണ്ട്? എംബ്രിയോ ഉണ്ട്. ഓക്കെ, ഫൈൻ. അപ്പോൾ ഇപ്പോൾ പ്ലാന്റ്സിനില്ലടാ എംബ്രിയോ? പ്ലാന്റ്സിനില്ല എംബ്രിയോ? ഓഫ് കോഴ്സ് ഉണ്ട്. പ്ലാന്റ്സിനകത്ത് സീഡിനകത്ത് എന്തുണ്ട്? എംബ്രിയോ ഉണ്ട്. ഓക്കെ, അപ്പോൾ എംബ്രിയോളജിക്കൽ എവിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പറഞ്ഞുതരാം. ഇത് മുന്നോട്ട് വെച്ചത് ഏണസ്റ്റ് ഹെക്കൽ എന്ന് പറഞ്ഞ ആളായിരുന്നു. ആരാണ് ഏണസ്റ്റ് ഹെക്കൽ? അങ്ങനത്തെ ഫോട്ടോ ആണ് ഇത്. ഓക്കെ, സോ ദിസ് ഇസ് ഏണസ്റ്റ് ഹെക്കൽ, സർ ഏണസ്റ്റ് ഹെക്കൽ. ഓക്കെ, ഇങ്ങനെ എന്താ പറഞ്ഞത്? സർട്ടൻ ഫീച്ചേഴ്സ് ഡ്യൂറിങ് എംബ്രിയോണിക് സ്റ്റേജ്, അതായത് ചില ഓർഗാനിസത്തിൻ്റെ, ഫോർ എക്സാമ്പിൾ ഒരു ഓർഗാനിസം എ, ഈ ഓർഗാനിസം എയുടെ എംബ്രിയോയിലുള്ള ചില ക്യാരക്ടറിസ്റ്റിക്സ്, ഓക്കെ, കോമൺ ടു ഓൾ വേർട്ടിബ്രേറ്റ്സ്, അതായത് വേറെ ചില വേർട്ടിബ്രേറ്റ്സ് എന്ന് വെച്ചാൽ അറിയാലോ അല്ലെ, വേറെ ചില വേർട്ടിബ്രേറ്റ്സ്, അതായത് വേർട്ടിബ്രേ ഉള്ള ആൾക്കാർ, വേർട്ടിബ്രൽ കോളം ഉള്ള ആൾക്കാർ. അപ്പോൾ ചില വേർട്ടിബ്രേറ്റ്സുമായിട്ട് എന്ത് കാണിക്കുന്നുണ്ട്? കോമൺ ആണ് അല്ലെങ്കിൽ സിമിലർ ആണ് എന്നാണ് പറഞ്ഞത്. അതായത് വേർട്ടിബ്രേറ്റുകൾക്ക് അല്ലെങ്കിൽ വേർട്ടിബ്രൽ കോളം ഉള്ള ആനിമൽസിന്, അതായത് വേർട്ടിബ്രേറ്റുകൾക്ക് അവരുടെ എംബ്രിയോയിൽ കാണുന്ന ചില ഫീച്ചേഴ്സ് എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് നമുക്ക് എവല്യൂഷനുമായിട്ട് എന്താ ബന്ധം? എടാ, ഇതൊരു വേർട്ടിബ്രേറ്റാണ്, ഇത് മറ്റൊന്ന്, നാല് ഓർഗാനിസാണ്. ഓക്കെ, 4 വ്യത്യസ്ത തരമായ 4 കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 ഓർഗാനിസം. പക്ഷേ ഇവരൊക്കെ വേർട്ടിബ്രേറ്റ്സ് ആണ്. ഇവരെ എംബ്രിയോ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവരിൽ 4 ഓർഗാനിസത്തിലും എംബ്രിയോയിൽ സിമിലാരിറ്റീസ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവരെല്ലാം ഏതോ ഒരു പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഏതോ ഒരു കോമൺ ആൻസിസ്റ്ററിൽ നിന്ന് ഉത്ഭവിച്ചവരാണ്. അതുകൊണ്ടായിരിക്കാം അവർ എംബ്രിയോയിൽ സിമിലാരിറ്റീസ് ഉണ്ടായിരുന്നത് എന്ന് മനസ്സിലാക്കാൻ കോമൺ സെൻസ് പോരെ മതി. അപ്പോൾ അതാണ് എംബ്രിയോളജിക്കൽ എവിഡൻസിൽ പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. എംബ്രിയോസ് ഓഫ് ഓൾ വേർട്ടിബ്രേറ്റ്സ് ഇൻക്ലൂഡിങ് ഹ്യൂമൻസ്, ഓക്കെ, എല്ലാ വേർട്ടിബ്രേറ്റുകൾക്കും, ഹ്യൂമൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഹ്യൂമൻസ് അടക്കം എല്ലാവർക്കും എന്തുണ്ട്? വെസ്റ്റീജിയൽ ഗിൽസ്ലിറ്റ് ഉണ്ട്. എവിടെയാണ് ഉള്ളത് വെസ്റ്റീജിയൽ ഗിൽസ്ലിറ്റ്? എംബ്രിയോയിൽ. ഓക്കെ, നമുക്കിപ്പോൾ നമ്മളൊരു ഹ്യൂമൻ അഡൽട്ടിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ചൈൽഡിൽ ഈ പറഞ്ഞ വെസ്റ്റീജിയൽ ഗിൽസ്ലിറ്റ്സ് ഉണ്ടോ? ഗിൽസ്, സിംപ്ലി സെയിം ഗിൽസ്. ഫിഷിലൊക്കെ ഉണ്ടാവില്ലേ, ഫിഷ് ബ്രീത്ത് ചെയ്യുന്ന ഗിൽസ്, അതിനുള്ള സ്ലിറ്റ്, അതിനുള്ള ആ ഒരു സ്പേസ് ആണ് ഗിൽസ്ലിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഗിൽസ്ലിറ്റ്സ് നമുക്കും ഉണ്ടായിരുന്നു. എപ്പം നമ്മൾ എംബ്രിയോളജിക്കൽ ഫോം ആയ സമയത്ത്. പക്ഷെ ഇപ്പം നമുക്കുണ്ടോ? ഇല്ല. പക്ഷേ അതേപോലെ തന്നെ ഹെഡിൻ്റെ ബാക്കിലാണ് ഈ വെസ്റ്റീജിയൽ ഗിൽസ്ലിറ്റ് ഉണ്ടാവുക. ഓക്കെ, നമുക്കുണ്ടായിരുന്നു നമ്മൾ എംബ്രിയോ ആയിരുന്ന സമയത്ത്, പക്ഷെ ഇപ്പം നമുക്കില്ല. പക്ഷെ ഫിഷസിൻ്റെ കേസിൽ, ഓക്കെ, ഫിഷസ് വേർട്ടിബ്രേറ്റ്സ് അല്ലേ, ഇപ്പോൾ ഫിഷസിൻ്റെ കേസിൽ അതൊരു ഫങ്ഷൻ ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ വേറെ ഒരു അഡൾട്ട് വേർട്ടിബ്രേറ്റിൻ്റെ കേസിലും എന്തില്ല? ഈ പറഞ്ഞ വെസ്റ്റീജിയൽ ഗിൽസ്ലിറ്റ് ഇല്ല. അപ്പോൾ എംബ്രിയോയിൽ ആരുണ്ട്? വെസ്റ്റീജിയൽ ഗിൽസ്ലിറ്റ് എല്ലാ വേർട്ടിബ്രേറ്റുകൾക്കും ഓൾമോസ്റ്റ് ഉണ്ട്. പക്ഷേ അത് ബാക്കി എല്ലാവരിലും അഡൾട്ടിൽ എത്തുന്ന സമയത്ത് അത് ഇല്ലാണ്ടായി പോവുകയും പക്ഷേ ഫിഷിൽ അത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വെസ്റ്റീജിയൽ ഗിൽസ്ലിറ്റ്സ് ആണ് എന്തിൻ്റെ എക്സാമ്പിൾ? ഈ എംബ്രിയോളജിക്കൽ എവിഡൻസിൻ്റെ എക്സാമ്പിൾ. പിക്ചർ കാണിച്ചു തരാം. ഏണസ്റ്റ് ഹെക്കലിൻ്റെ പിക്ചർ നിങ്ങൾ കണ്ടു. ഇത് ഹ്യൂമൻ എംബ്രിയോ. ഓക്കെ, നിങ്ങൾ ഇവിടെ കാണുന്നത് ഹ്യൂമൻസിൻ്റെ എംബ്രിയോ ആണ്. ഇവിടെ കാണുന്നത് ചിക്കൻ്റെ എംബ്രിയോ ആണ്. കുറേയൊക്കെ സിമിലാരിറ്റി ഇല്ലേ? ഒന്ന് നോക്കിക്കേ, സിമിലാരിറ്റി ഉണ്ട്. ഇതാണ് വെസ്റ്റീജിയൽ ഗിൽസ്ലിറ്റ്സ്. ഇവിടെ ഇല്ലേ വെസ്റ്റീജിയൽ ഗിൽസ്ലിറ്റ്സ്? എംബ്രിയോയിൽ വെസ്റ്റീജിയൽ ഗിൽസ്ലിറ്റ്സ് കാണും. ഓക്കെ, ആൻഡ് അതേപോലെ ഹോമോലോഗസ് ടു ഫിഷ് ഗിൽസ്ലിറ്റ്സ് പോലെ തന്നെയുള്ള വെസ്റ്റീജിയൽ ഗിൽസ്ലിറ്റ്സ് ഇവിടെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ എംബ്രിയോ നോക്കുകയാണെങ്കിൽ നമുക്ക് എംബ്രിയോളജിക്കൽ ഫോമിൽ ഒരു ടെയിൽ പോലത്തെ സാധനം കാണാൻ പറ്റും. ഇപ്പം ഉണ്ടോ ടെയിൽ? എല്ലാവരും ഒന്ന് തിരിഞ്ഞ് നോക്കിക്കേ, ടെയിൽ ഉണ്ടാവുന്ന ഇല്ല. ഇപ്പം നമുക്ക് ടെയിൽ ഇല്ലല്ലോ, പക്ഷെ നമുക്ക് എംബ്രിയോളജിക്കൽ ഫോമിൽ ഒരു ടെയിൽ പോലത്തെ സാധനം കാണാൻ പറ്റും. ചിക്കനും അതേപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുള്ളതാണ്, റൈറ്റ്. അപ്പോൾ എംബ്രിയോളജിക്കൽ ഫോമിൽ ഒരുപാട് എംബ്രിയോളജിക്കൽ സ്റ്റേജിൽ ഒരുപാട് സിമിലാരിറ്റീസ് നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്.
പക്ഷേ വേറൊരു സയന്റിസ്റ്റ് നോൺ ആസ് കാൾ ഏണസ്റ്റ് വോൺ ബെയർ. ഓക്കെ, അപ്പോൾ ഏണസ്റ്റ് എന്ന് പറഞ്ഞ ടേം രണ്ട് സയന്റിസ്റ്റിന്റെ പേരിലുണ്ട്, പക്ഷെ അവർ രണ്ട് വേറെ വേറെ ആൾക്കാരാണ്. അപ്പം കാൾ ഏണസ്റ്റ് വോൺ ബെയർ പറഞ്ഞു ഇത് ഇങ്ങനെയൊന്നും അല്ല. ഓക്കെ, ഒരാൾ ഇങ്ങനെയാണെന്ന് പറയാനും ഒരാൾ ഇങ്ങനെ അല്ലെന്ന് പറയാനും അല്ലേ. അപ്പോൾ കാൾ ഏണസ്റ്റ് വോൺ ബെയർ, സിംപ്ലി പറയണമെങ്കിൽ വോൺ ബെയർ എന്ന് പറഞ്ഞു ഇതിങ്ങനെയൊന്നല്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒന്നല്ല എന്ന് പറഞ്ഞു. വോൺ ബെയറിന്റെ ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് കാൾ ഏണസ്റ്റ് വോൺ ബെയർ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്താ പറഞ്ഞത്, ഇങ്ങനെ പറഞ്ഞു ഈ സംഭവം ഒന്നുമല്ല, നിങ്ങൾ ഈ പറയുന്ന പോലെ എംബ്രിയോസിന് എന്താ പറയുക കുറേ സ്റ്റേജസ്, അതായത് കുറേ സ്റ്റേജസിലൂടെ കടന്നു പോയിട്ട് അഡൽട്ട് ആവും. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ വെർട്ടിബ്രേറ്റ്സിൽ കാണുന്ന നിങ്ങളെ വെർട്ടിബ്രേറ്റ്സ് അഡൽട്ടുകൾ കാണാത്ത ചില സാധനം എംബ്രിയോയിൽ കാണുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾ പറഞ്ഞതൊക്കെ തെറ്റാണ്. അതേപോലെ തന്നെ അങ്ങനെ മെയിനായിട്ട് പറഞ്ഞ പോയിന്റ് എന്താ, നമ്മുടെ അഡൾട്ടില്ലേ, അതായത് ചില ഓർഗാനിസം കുറേ സ്റ്റേജസിലൂടെ കടന്നു പോകും. അതായത് ആദ്യം ഒരു ലാർവ ഉണ്ടാവും, പിന്നെ അഡൾട്ട് ആവും. അഡൾട്ട് തന്നെ ഒരുപാട് സ്റ്റേജസ് ഉണ്ട്, ആദ്യം കുട്ടി, പിന്നെ വലിപ്പം, മീൻസ് പിന്നെ അഡൾട്ട് സ്റ്റേജ്, പിന്നെ സെനസൻസ്, അങ്ങനെ കുറേ സ്റ്റേജ് ഉണ്ടല്ലോ. അങ്ങനെ ഒരു അഡൾട്ട് കടന്നു പോകുന്ന സ്റ്റേജും എംബ്രിയോ കടന്നു പോകുന്ന സ്റ്റേജും തമ്മിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ പറ്റൂല. അതിൽ സിമിലാരിറ്റീസ് നിങ്ങൾ നോക്കാൻ പാടില്ല, അല്ലെങ്കിൽ അത് തെറ്റാണ്, അല്ലെങ്കിൽ ആ ഒരു ഐഡിയന് ഒപ്പോസിറ്റ് ആളാണ് ആര്, കാൾ ഏണസ്റ്റ് വോൺ ബെയർ. അങ്ങനെ പറഞ്ഞു എംബ്രിയോസ്, ഒരു സ്പീഷീസിന്റെ എംബ്രിയോസ്, ഇപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറയാൻ ശ്രമിച്ചത്, ഒരു എ എന്ന് പറഞ്ഞ സ്പീഷീസ് ഉണ്ട്, ആ സ്പീഷീസിന്റെ ഒരു എംബ്രിയോ ഉണ്ട്, ആ സ്പീഷീസിന്റെ എംബ്രിയോ ചിലപ്പോൾ ബി എന്ന് പറഞ്ഞ ഒരു വേറെ സ്പീഷീസുമായിട്ട് സിമിലാരിറ്റി ഉണ്ടായേക്കാം. ഓക്കെ, അതാണ് ഇല്ലാന്ന് പറയുന്നില്ല കേട്ടോ. അതായത് ഇവിടെ പറഞ്ഞില്ലേ, ഇവിടെ നമ്മൾ നോക്കി രണ്ട് എംബ്രിയോ കമ്പയർ ചെയ്തത്, ഇവിടെ എ എന്ന് പറഞ്ഞൊരു എംബ്രിയോയും ഇവിടെ ബി എന്ന് പറഞ്ഞൊരു എംബ്രിയോ ആണ് ഉള്ളത്, റൈറ്റ്. അപ്പൊ ഇതിന് രണ്ടിനും കൂടെ സിമിലാരിറ്റീസ് ഉണ്ടായേക്കാം. ഓക്കെ, പക്ഷെ ഇവിടെ ഫിഷുമായിട്ടൊരു കമ്പാരിസൺ നടത്തിയില്ലേ, അത് പാടില്ല എന്നാണ് ആര് പറഞ്ഞത്, കാൾ ഏണസ്റ്റ് വോൺ ബെയർ പറഞ്ഞത്. മനസ്സിലായോ നിങ്ങൾക്ക്? ഇല്ല, മനസ്സിലായില്ല, പറഞ്ഞു തരാടാ. വെർട്ടിബ്രേറ്റ്സ് എ ബി സി ഡി എന്ന് പറഞ്ഞ 4 വെർട്ടിബ്രേറ്റ്സ് ഉണ്ട്. ഇവരിൽ 4ലും ഇപ്പൊ ഒരാൾ ഹ്യൂമൻ ആണെന്ന് വിചാരിച്ചോ, ഇവരിൽ 4ലും എന്തുണ്ട്, ഗിൽസ്ലെറ്റുകൾ ഉണ്ട്, എംബ്രിയോയിൽ ഗിൽസ്ലെറ്റുകൾ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയുന്നതിൽ തെറ്റില്ല, കാരണം ഇവരെ 4 പേരുടെയും എംബ്രിയോനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇവരുടെ 4 പേരുടെയും എംബ്രിയോനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, റൈറ്റ്. ഈ നിട്ടത് എംബ്രിയോ ആണ്. അപ്പോൾ ഇവരുടെ 4 പേരുടെയും എംബ്രിയോനെ കമ്പയർ ചെയ്തിട്ട് ഓക്കെ ഇവരുടെ 4 പേരുടെ എംബ്രിയോയിലും ഗിൽസ്ലെറ്റുകൾ ഉണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇവരുടെ 4 പേരിലും ഗിൽസ്ലെറ്റുകൾ ഉണ്ട് ആൻഡ് ഇതേപോലത്തെ ഗിൽസ്ലെറ്റുകൾ ഫിഷിന്റെ അഡൾട്ടിലുണ്ട് എന്ന് പറയാൻ പാടില്ല. കാരണം ഇത് അഡൾട്ടാണ്, ഇത് എംബ്രിയോ ആണ്, ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യാൻ പാടില്ല എന്നാണ് ആര് പറഞ്ഞത്, കാൾ ഏണസ്റ്റ് വോൺ ബെയർ പറഞ്ഞത്. പക്ഷെ ഇവർ തമ്മിൽ കമ്പയർ ചെയ്യുന്നതിന്റെ പ്രശ്നമല്ല, പക്ഷെ അഡൾട്ടുമായിട്ട് കമ്പയർ ചെയ്യരുത്, അതാണ് കാൾ ഏണസ്റ്റ് വോൺ ബെയർ പറഞ്ഞത്. He emphasized that embryos of one species could resemble embryos തമ്മിൽ സിമിലാരിറ്റി ഉണ്ടാവാം, but not adults of another. അഡൾട്ടുമായിട്ട് സിമിലാരിറ്റി കാണിക്കത്തില്ല. ഓക്കെ, അതേപോലെ തന്നെ അങ്ങനെ വേറൊരു കാര്യം കൂടെ പറഞ്ഞു, ദി യങ്ങർ ദി എംബ്രിയോ ദ ഗ്രേറ്റർ ദ റിസംബ്ലൻസ്. അതായത് ഈ പറഞ്ഞ പോലെ ചിക്കൻ എംബ്രിയോയും ഹ്യൂമൻ എംബ്രിയോ ഉണ്ടല്ലോ, ഇത് എത്രത്തോളം യങ്ങർ സ്റ്റേജിൽ ഈ എംബ്രിയോസിനെ എടുത്തു നോക്കുന്നോ അത്രത്തോളം നിങ്ങൾക്ക് സിമിലാരിറ്റി കൂടുതൽ കാണാൻ പറ്റും. ഇവർ മെച്യൂർ ആവുന്നതിനനുസരിച്ച് ഹ്യൂമൻസിന്റെ ഒരു സ്റ്റൈലിലാണ് മെച്യൂർ ആവുക, മീൻസ് ഹ്യൂമൻസിന്റെ ഫോമിലേക്കാണ് മെച്യൂർ ആവുന്നത്. ഇത് ചിക്കന്റെ രൂപത്തിലേക്കാണ് വളരുന്നത്. അപ്പോൾ ഹ്യൂമൻസിന്റെ ഫോമിലേക്കും ചിക്കന്റെ ഫോമിലേക്കും അത് കൂടുതൽ വളരുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ കൂടുതൽ ഓൾഡർ ആവുന്നതിനനുസരിച്ച് ഇവർ തമ്മിലുള്ള സിമിലാരിറ്റി കുറയും. അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് യങ് ആയിരിക്കുമ്പോഴാണ് സിമിലാരിറ്റി ഏറ്റവും കൂടുതൽ ഉണ്ടാവുക എന്ന് കാൾ ഏണസ്റ്റ് വോൺ ബെയർ പറഞ്ഞു. ഇതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള 2 എവിഡൻസസ്. ഓക്കെ, അതായത് എംബ്രിയോളജിക്കലിൽ തന്നെ 2 ആൾക്കാർ, ഒന്ന് ഏണസ്റ്റ് ഹെക്കലും രണ്ടാമത്തത് കാൾ ഏണസ്റ്റ് വോൺ ബെയറും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അതാണ് എംബ്രിയോളജിക്കൽ എവിഡൻസ് പറയുന്നത്. കുഞ്ഞു കാര്യങ്ങളാണ് കേട്ടോ. കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള പോർഷൻ വരുന്നത് ഈ പറഞ്ഞ മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ എവിഡൻസസ് ആണ്. കുറച്ചും കൂടെ നിങ്ങൾക്ക് പഠിക്കാനുള്ള, കുറച്ചും കൂടെ നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, ഇവിടുന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഓക്കെ, മോർഫോളജിക്കൽ എവിഡൻസസ് വരാറുണ്ട്. സിംപ്ലി പറയുകയാണെങ്കിൽ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ഏതൊക്കെ എഴുതണം? പാലിയോളജിക്കൽ എഴുതണം, എംബ്രിയോളജിക്കൽ എഴുതണം. ഇത് രണ്ടും പഠിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇതിലധികം എഴുതാനുള്ള കോണ്ടന്റ് ഒന്നും ഇല്ല അല്ലേ, ജസ്റ്റ് തള്ളൽ ടൈപ്പ് കോണ്ടന്റ് ആണ്. പക്ഷെ എഴുതാനുള്ള കോണ്ടന്റ് വരുന്ന സാധനമാണ് മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ എവിഡൻസസ്. ഇത് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. മൊത്തം എവിഡൻസ് ചോദിക്കുന്ന സമയത്തും നിങ്ങൾക്ക് എഴുതേണ്ടി വരാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ. സംഭവമൊന്നുമില്ല, നമ്മുടെ പണ്ടുള്ള ആൻസിസ്റ്റേഴ്സും ഇപ്പോൾ ഉള്ള നമ്മളും തമ്മിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓർഗാനിസംസ് തമ്മിൽ മോർഫോളജിക്കലി, അതായത് കണ്ണുകൊണ്ട് കാണുമ്പോൾ എന്തൊക്കെ സിമിലാരിറ്റി ഉണ്ട്. നമ്മളിവിടെ നേരത്തെ ABCD ഒക്കെ വെച്ച് നോക്കിയത് എന്തായിരുന്നു?
എവിടെ അത് ഈ ABCD ഒക്കെ വെച്ച് നോക്കിയത് എന്താ എംബ്രിയോയിലൊക്കെ ഉള്ള സിമിലാരിറ്റീസ് അല്ലേ. അതല്ലാതെ അഡൾട്ടിൽ തന്നെ കാണുമ്പോൾ ഉള്ള സിമിലാരിറ്റീസ്, റൈറ്റ്, അഡൾട്ടിൽ തന്നെ കാണുമ്പോൾ നമ്മൾ കണ്ണോട് കാണുമ്പോൾ ഉള്ള സിമിലാരിറ്റീസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൂച്ചയും പുലിയും കാണാൻ ഒരേപോലെ ഇല്ലേ, കുറേയൊക്കെ ഒരേപോലെ ഇല്ലേ, ഉണ്ട്. അതായത് ഒരു വാലുണ്ട്, ഓൾമോസ്റ്റ് സെയിം സ്ട്രക്ചർ ആണ്. ഫേസ് ഒക്കെ കണ്ടാൽ ചില സമയത്ത് പൂച്ചേൻ്റെ ഒക്കെ ക്ലോസപ്പിലുള്ള ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഫേസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഒരു പുലി പോലെ തന്നെ നമുക്ക് തോന്നും അല്ലേ. അപ്പം മോർഫോളജിക്കൽ സിമിലാരിറ്റീസ് ഉണ്ട്, അതേപോലെ തന്നെ അനാറ്റമിക്കൽ സിമിലാരിറ്റീസും ഉണ്ട്, റൈറ്റ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് നോക്കാം. സിമിലാരിറ്റീസ് ക്യാൻ ബി ഇന്റർപ്രിറ്റഡ് ടു അണ്ടർസ്റ്റാൻഡ് വെദർ കോമൺ ആൻസസ്റ്റേഴ്സ് വെയർ ഷെയർഡ് ഓർ നോട്ട്. അപ്പോൾ പുലിയും പൂച്ചയും തമ്മിൽ സിമിലാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു കോമൺ ആൻസസ്റ്റർ ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ ഒരു ഫാമിലിയിലാണ് വെച്ചിട്ടുള്ളത്. എനിവേസ് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാനുള്ള എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വെയിൽസ് അല്ലെ, നമ്മളെ തിമിംഗലം, ബ്ലൂ വെയിൽ എന്നൊക്കെ പറഞ്ഞ പോലെ വെയിൽസ്. അതേപോലെ തന്നെ ബാറ്റ്സ് അല്ലെ, നമ്മളെ വവ്വാൽ എന്നൊക്കെ പറയുന്ന സംഭവം. പിന്നെ ചീറ്റ, അതേപോലെ ഹ്യൂമൻസ്. ഓക്കെ, ഇവരെല്ലാം എന്താണ്, മാമൽസ് ആണ്. ഓക്കെ, വെയിൽസ് ആണെങ്കിലും ബാറ്റ്സ് ആണെങ്കിലും ചീറ്റ ആണെങ്കിലും ഹ്യൂമൻ ആണെങ്കിലും എല്ലാം മാമൽസ് ആണ്. ആൻഡ് ഇവരെല്ലാം ഒരു കോമൺ ആൻസസ്റ്റർ കാണിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്നത്? കാരണം എന്താ, ഇവരെ 4 limbs, അതായത് കൈ, ഈ കൈ, അതായത് ഈ ഷോൾഡർ തൊട്ടിട്ട് ഇവിടം വരെയുള്ള ഇതാണ് 4 limb എന്ന് പറയുന്നത്. ഈ 4 limb സിമിലാരിറ്റി കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിലിപ്പം നമ്മുടെ ചീറ്റന്റെ കേസിലാണെങ്കിൽ ചീറ്റയ്ക്ക് 4 കാല് എന്നാണ് നമ്മൾ പറയാ. പക്ഷെ മുന്നിലുള്ള 2 കാലുണ്ടല്ലോ, അത് അതിന്റെ 4 ലിംബുകളാണ്. അപ്പൊ ലിംസ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി കാല്, കൈ എല്ലാം ഉൾപ്പെടെയാണ് നമ്മൾ ലിംസ് എന്ന് പറയാം. 4 limbs എന്ന് പറയുമ്പോൾ മുന്നിലുള്ളതും മറ്റേത് ഹൈൻഡ് ലിംസ് ആണ്. അപ്പൊ എനിവേസ് 4 limbsന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മൾ ആക്ച്വലി 4 കാലിൽ നടക്കുകയാണെങ്കിൽ ഈ 2 കൈ നമ്മുടെ മുന്നിലല്ലേ വരിക. ഓക്കെ, 4 കാലിലാവാറുണ്ട് ചിലരൊക്കെ, സൂര്യൻ എന്നതാണാൽ. നമ്മളല്ല, നമ്മുടെ നാട്ടിലുള്ള ചിലരല്ലേ, എന്ത് ചെയ്യാനാണ്. അപ്പോൾ ഏകദേശം അവർ നോക്കിയാൽ മതി, അവർ നടക്കുമ്പോൾ ഏകദേശം ഒരു ചീറ്റൊക്കെ നടക്കുന്ന പോലത്തെ ഒരു വൈബ് ഉണ്ടാവും. എനിവേസ് ഈ ബോൺസ് ഓഫ് 4 limbsന്റെ പാറ്റേൺ സെയിം ആണ്. ഞാൻ പിക്ചർ കാണിച്ചു തരാം കേട്ടോ, അധികം വളവള പറയുന്നില്ല. ഫോട്ടോ കാണിച്ചു തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. ഇത് മാൻ, ഇത് ചീറ്റ, ഇത് വെയിൽ, അത് ബാറ്റ്. ഇവരെല്ലാവരെയും 4 limbs, അതായത് ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഒരു പിക്ചറാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, ഇത് നോക്കിക്കേ. എടാ എല്ലാം അതേമാതിരിയാന്നല്ല ഞാൻ പറഞ്ഞത്. സിമിലാരിറ്റി ഉണ്ടോ ഇല്ലേ, അതാണ് എൻ്റെ ചോദ്യം. സിമിലാരിറ്റി ഉണ്ടോ ഇല്ലേ? സിമിലാരിറ്റി ഇല്ലടാ, സിമിലാരിറ്റി ഇല്ലേ. ഇത് നോക്കിക്കേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ? സിമിലാരിറ്റി ഉണ്ട്, ഇഷ്ടംപോലെ സിമിലാരിറ്റി ഉള്ളൂ അല്ലേ. ഇതേ ഇങ്ങനെ ഒരു ബോൺ ഉണ്ട്, അതിനുശേഷം ഇങ്ങനെ 2 ബോൺ ഉണ്ട് അല്ലേ, പിന്നെ കുറച്ച് ഫിംഗേഴ്സ് മേലത്തെ സാധനം, ഇവിടെ അതേപോലെ തന്നെ ഇങ്ങനെ ഒരു ബോൺ, പിന്നെ ഇങ്ങനെ 2 സിമിലാരിറ്റി ഉണ്ട്. ഇത് ഫിംഗേഴ്സ് ആണ്, പിന്നെ ഇവിടെ ഒരു ബോൺ ഉണ്ട്, ഇവിടെ 2 ബോൺ ഉണ്ട് അല്ലേ. സിമിലാരിറ്റീസ് നിങ്ങൾ എന്തായാലും കാണുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ജനറൽ സ്ട്രക്ചർ എങ്ങനെയാണുള്ളത്? ഒരു ജനറൽ സ്ട്രക്ചർ ഉണ്ടല്ലോ. എങ്ങനെയാണ് ജനറൽ സ്ട്രക്ചർ ഉള്ളത്? വെയിറ്റ് കാണിച്ചു തരാം. ദാ ഇങ്ങനെയാണ് ജനറൽ സ്ട്രക്ചർ ഉള്ളത് അല്ലേ. അതായത് ഒരു വലിയ ബോൺ ഉണ്ട്, അത് നമുക്ക് ഇവിടെ മുതൽ ഇവിടം വരെ ഒരു ബോൺ ഇല്ലേ, അത് നമ്മൾ ഹ്യൂമറസ് എന്നാണ് വിളിക്കുക. ഇറ്റ്സ് എ സിംഗിൾ ബോൺ. ഓക്കെ, ഇവിടെ കാണുന്ന ഒരു ഈ ബോൺ, റൈറ്റ്, ദിസ് ബോൺ ഇറ്റ്സ് എ സിംഗിൾ ബോൺ ആൻഡ് ഇറ്റ്സ് കോൾഡ് ഹ്യൂമറസ്. ഇവിടം വരെ, ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടം തൊട്ട് ഇവിടം വരെ, ടു ദി എൽബോ ടു ദി റിസ്റ്റ്. ഓക്കെ, ഇവിടെ എന്തുണ്ട്, ഇവിടെ 2 ബോണുകളാണുള്ളത്. നിങ്ങൾ തൊട്ടൊക്കെ ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാവും, ഇവിടെ ഫസ്റ്റ് ബോണും ഉണ്ട്, ഇവിടെ വേറൊരു ബോണും ഉണ്ട്. 2 ബോണാണുള്ളത്. ആദ്യത്തെ ബോൺ റേഡിയസും രണ്ടാമത്തെ ബോൺ അൾണയും. എന്താണ് റേഡിയസും അൾണയും? 2 ബോണുകളാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ഒരു സിംഗിൾ ബോൺ, ഇവിടുന്ന് ഇവിടം വരെ 2 ബോണുകളാണ്. ഇത് ഹ്യൂമറസ്, ഇത് റേഡിയസ് ആൻഡ് അൾന. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പാം ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ഉള്ളത്? കാർപ്പൽസ് ഉണ്ട്. ഇവിടെ ഉള്ള സംഭവങ്ങളാണ് കാർപ്പൽസ്. നിങ്ങൾക്ക് കാർപ്പൽസ് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഈ ഒരു ഏരിയയിൽ, റൈറ്റ്, ഈ ഒരു റിസ്റ്റ് ഏരിയയിൽ നിങ്ങൾക്ക് കാർപ്പൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതെ, കാർപ്പൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഏരിയയിലല്ല കേട്ടോ, ഈ ഏരിയയിലല്ല, ഇവിടെ റിസ്റ്റ് ഏരിയയിൽ നിങ്ങൾക്ക് കാർപ്പൽസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഈ ഒരു ഫിംഗേഴ്സ് അല്ല പറയുന്നത്, പക്ഷേ ഈ ഒരു ഏരിയ ഉണ്ടല്ലോ, അതിനെ മെറ്റാ കാർപ്പൽസ് എന്ന് പറയാം. ഓക്കെ, ഫിംഗേഴ്സ് അല്ല പറയുന്നത്. ഈ റിസ്റ്റ് നിന്ന് ഇങ്ങോട്ടുള്ള ഏരിയയിൽ ഇവിടെ നിങ്ങൾക്ക് എന്തുണ്ട്? ബോൺസ് ഉണ്ട്. തൊട്ട് നോക്കിയാൽ മനസ്സിലാവും, എല്ലുകളുണ്ട് അല്ലേ. അതിന് മെറ്റാ കാർപ്പൽസ് എന്ന് പറയും. പിന്നെ ഏറ്റവും അടുത്ത് നിങ്ങളെ ഫിംഗേഴ്സ് ആയിട്ട് വരുന്ന സംഭവങ്ങൾ ഫലാഞ്ചസ് എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പറയാം. അപ്പോൾ ഹ്യൂമറസ്, റേഡിയസ് അൾന, കാർപ്പൽസ്, മെറ്റാ കാർപ്പൽസ്, ഫലാഞ്ചസ്. ഈ ഒരു സ്ട്രക്ചറിലാണ് നിങ്ങളെ 4 limb ഇരിക്കുന്നത്. ഇതേ സ്ട്രക്ചറിലാണ് ചീറ്റേന്റെ 4 limb ഇരിക്കുന്നത്, ബാറ്റിന്റെ 4 limb ഇരിക്കുന്നത്, വെയിൽസിന്റെ 4 limb ഇരിക്കുന്നത്. ഓക്കെ, സിമിലർ ആണ് അല്ലെ, സിമിലാരിറ്റി ഉണ്ട്. വിച്ച് മീൻസ് നമ്മളെല്ലാം, മാമൽസ് എല്ലാം ഒരു കോമൺ ആൻസസ്റ്റർ ഷെയർ ചെയ്യുന്നുണ്ടെന്നല്ലേ, ഒരു സ്ഥലത്ത് നിന്ന് ഇവോൾവ് ചെയ്ത് വന്നവരാണെന്നല്ലേ നമ്മൾ എടുക്കേണ്ട പോയിന്റ്. അതാണ്, ഏതോ ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമുക്കെല്ലാം സിമിലാരിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒരൊറ്റ ഗ്രൂപ്പിലിട്ടു, ആൻഡ് വി കോൾ ദാറ്റ് ഗ്രൂപ്പ് മാമൽസ്. റൈറ്റ്, ഇത് മാത്രമല്ല കാരണം കേട്ടോ മാമൽസ് എന്ന് വിളിക്കാൻ, വേറെയും മാമറി ഗ്ലാൻഡ് ഉള്ളവരാണ് മാമൽസ് എന്ന് വിളിക്കുന്നത്. എനിവേസ്, അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവം നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇതിന് നമ്മളൊരു ടേം ഇട്ട് വിളിക്കും. എന്താണ് ആ ടേം? ഡൈവേർജന്റ് എവല്യൂഷൻ ആൻഡ് ഹോമോളജി. ഓക്കെ, എന്താണ് ഹോമോളജി അല്ലെങ്കിൽ ഹോമോലോഗസ് ഓർഗൻസ്, അനലോഗസ് ഓർഗൻസ്? നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും. ആൻഡ് ഒരു 40% ആൾക്കാരും ഇത് തിരിച്ചെഴുതും.
ഹോമോലോഗസ് ഓർഗൻസിന്റെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അനലോഗസ് ഓർഗൻസിന്റെ ഡെഫിനിഷൻ എഴുതും, അനലോഗസ് ഓർഗൻസിന്റെ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഹോമോലോഗസ് ഓർഗൻസിന്റെ ഡെഫിനിഷൻ എഴുതും. അനലോഗസ് ഓർഗൻസിൽ കൺവേർജന്റ് എവല്യൂഷൻ എഴുതുന്നതിന് പകരം ഡൈവേർജന്റ് എവല്യൂഷൻ എഴുതും. ഇപ്പോൾ തന്നെ പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നില്ലേ? കൺഫ്യൂഷൻ മാറ്റിത്തരാം. ഓക്കെ, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനമാണ്. നിങ്ങൾ അതൊന്ന് ഒറ്റ തവണ വൃത്തിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് മാറിപ്പോവില്ല. ഇത് മാറിപ്പോകുന്നൊക്കെ പറയുന്നവർ വൃത്തിക്ക് പഠിക്കാത്തതുകൊണ്ട് മാത്രമാണ്, ഞാൻ അങ്ങനെ പറയുള്ളൂ. ഇത് മാറിപ്പോകുന്നൊക്കെ പറയുന്നവർ വൃത്തിക്ക് പഠിക്കാത്തതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് മാറിപ്പോവില്ല. പിന്നെ മാനുഷികമായ തെറ്റുകൾ വരാം, അതല്ല ഞാൻ പറഞ്ഞത്. അല്ലാണ്ട് ഇത് മാറിപ്പോകും, ഇത് ഭയങ്കര പാടാണെന്നൊക്കെ പറഞ്ഞവർ ഇത് പഠിച്ചിട്ടില്ല, മനസ്സിലാക്കി പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ്. ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ടാവും, മനസ്സിലാക്കി പഠിച്ചിട്ടില്ല. മനസ്സിലാക്കി പഠിക്കാം, എന്നാലല്ലേ മാറിപ്പോകാതിരിക്കത്തുള്ളൂ. മനസ്സിലാക്കി പഠിക്കാം. എന്താ പറഞ്ഞത്? നമ്മൾ ഈ പറഞ്ഞ പോലെ ഫോർ ലിംബുകൾക്ക് എന്തുണ്ട്? ഒരേപോലത്തെ അനാട്ടമിക്കൽ സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ കണ്ടു. ഇവിടെ അനാട്ടമി നോക്കിയ സമയത്ത് നമ്മൾ വൃത്തിക്ക് കണ്ടു. അനാട്ടമിയാണ് നമ്മൾ നോക്കിയത് അല്ലേ? ഈ ബോണുകളൊക്കെ നിങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ നോക്കുന്നുണ്ടോ? കണ്ണോണ്ട് കാണുമ്പോൾ കാണുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അത് മോർഫോളജി അല്ല, ഇതിനകത്തുള്ള ബോണുകളാണ് നോക്കിയത് അല്ലേ? അപ്പോൾ അത് അനാറ്റമിയാണ്. സോ അനാറ്റമി നോക്കി. അപ്പോൾ സിമിലർ അനാറ്റമിക് സ്ട്രക്ചർ ആണ് ഇവർക്കൊക്കെ ഉള്ളത്. പക്ഷേ എല്ലാവരും ഒരേ ഫംഗ്ഷൻ ആണോടാ ചെയ്യുന്നത്? നിങ്ങളൊന്ന് നോക്കിക്കേ, എല്ലാവരും ഒരേ ഫംഗ്ഷൻ ആണോ ചെയ്യുന്നത്? നമ്മൾ എന്തിനാണോ കൈ ഉപയോഗിക്കുന്നത്, കൈകൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്നു, എഴുതാൻ ഉപയോഗിക്കുന്നു, പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു അല്ലേ? പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ അതേപോലെയാണോ ചീറ്റ അതിൻ്റെ മുന്നത്തെ 2 കാലുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ സിംപ്ലി സെയിങ് മുന്നത്തെ 2 ലിംബുകൾ ഉപയോഗിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ? ഫോൺ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണോ ചീറ്റ യൂസ് ചെയ്യുന്നത്? അല്ലല്ലോ. ചീറ്റയ്ക്ക് വേറെ ഫംഗ്ഷൻ അല്ലേ അതിനുള്ളത്? ചീറ്റ യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? ചീറ്റ 4 കാലിൽ ഇങ്ങനെ ഓടത്തില്ലേ? ഫുൾ സ്പീഡിൽ ഓടത്തില്ലേ? നമുക്ക് ഓടാൻ പറ്റുമോ 4 കാലിൽ ഫുൾ സ്പീഡിൽ ചീറ്റൻ്റെ പോലെ? ഇല്ല. അപ്പോൾ ചീറ്റ ചെയ്യുന്ന പരിപാടി നമുക്കും പറ്റത്തില്ല, നമ്മൾ ചെയ്യുന്ന പരിപാടി ചീറ്റയ്ക്കും പറ്റത്തില്ല. സ്ട്രക്ചർ സിമിലർ ആണെങ്കിൽ കൂടെ ഫംഗ്ഷൻ സിമിലർ അല്ല. വെയിൽസ് വെള്ളത്തിലടത്ത് കിടന്ന് നീന്തുന്നുണ്ടോ? നമുക്ക് പറ്റുമോ? മുന്നത്തെ കൈൻ്റെ വെച്ചിട്ട് കടൽ കിടന്ന് നീന്താൻ? ഇല്ല. ഒരു പരിധി വരെ പറ്റുമെങ്കിലും വെയിൽസ് നീന്തുന്ന പോലെ പറ്റത്തില്ല. അതേപോലെ ബാറ്റുകൾ ഇങ്ങനെ തൂക്കി കിടക്കുന്നുണ്ട്, പല ഫംഗ്ഷൻ ബാറ്റുകൾ ചെയ്യുന്നുണ്ട്. അതേപോലെ നമുക്ക് തൂക്കി കിടക്കാൻ പറ്റുമോ? എടാ ഇല്ലടാ. എന്തായാലും നമുക്ക് മനസ്സിലാവുന്നത് സ്ട്രക്ചർ സെയിം ആണെന്ന് പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല, ഇവരുടെ ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ്. അങ്ങനത്തെ ഓർഗൻസിനെയാണ് ഡൈവേർജന്റ് എവല്യൂഷൻ അല്ലെങ്കിൽ ഹോമോലോഗസ് ഓർഗൻസ് എന്ന് പറയുന്നത്. ഡൈവേർജന്റ് എവല്യൂഷൻ വഴി ഫോം ചെയ്ത ഹോമോലോഗസ് ഓർഗൻസ്. ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന ടേം അവിടെ വെച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആദ്യം ഹോമോലോഗസ് ഓർഗൻസ് മാത്രം നിങ്ങൾ തലയിൽ കയറ്റിയാൽ മതി. ഹോമോ ഒന്ന് പറയാൻ്റെ കൂടി, ഹോമോ എന്ന് വെച്ചാൽ എന്താ? സ്ട്രക്ചർ സെയിം. നമ്മൾ ആദ്യം തന്നെ പഠിക്കുമ്പം ഞാൻ നിങ്ങൾ എന്താ പഠിപ്പിച്ചേ? സ്ട്രക്ചർ അല്ലേ പഠിപ്പിച്ചേ? എന്നിട്ടല്ലേ ഞാൻ ഫംഗ്ഷനിലേക്ക് വന്നത്? ആദ്യം തന്നെ സ്ട്രക്ചർ അല്ലേ ഞാൻ പഠിപ്പിച്ചേ? അപ്പോൾ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ സെയിം ആണെങ്കിൽ വി കോൾ ദം ഹോമോലോഗസ് ഓർഗൻസ്. കാരണം ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഹോമോലോഗസ് ഓർഗൻ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ സെയിം, അനാറ്റമിക്കൽ സ്ട്രക്ചർ സെയിം. പക്ഷേ സ്ട്രക്ചർ സെയിം ആണെങ്കിൽ എന്തായിരിക്കും അവിടെ വ്യത്യാസം? ഫംഗ്ഷൻ ഡിഫറെൻറ്റ്. ഓക്കെ, അപ്പോൾ സ്ട്രക്ചർ സെയിം ആൻഡ് ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ് ഹോമോലോഗസ് ഓർഗൻ, അല്ലെങ്കിൽ ആ ഒരു ഫീച്ചറിനെയാണ് ഹോമോളജി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, അതേപോലെ തന്നെ ഫലാഞ്ചസ് ഒക്കെ ഈ പറഞ്ഞ ചീറ്റയ്ക്കും മാനിനും ഒക്കെ തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തായിരിക്കും? സെയിം സ്ട്രക്ചർ ആണ്. ആൻഡ് അതിൽ തന്നെ ഞാൻ വരച്ചൊരു ഫിഗർ ഉണ്ടായിരുന്നു. എന്ത്? ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ആൻസസ്റ്ററിൽ നിന്നാണ് ഇവർ 4 ആൾ ഉണ്ടായത്. ഓക്കെ, ഇവർ 4 ആൾക്ക് ചിലപ്പം ചീറ്റ ആണെങ്കിലും മാൻ ആണെങ്കിലും ബാറ്റ് ആണെങ്കിലും വെയിൽ ആണെങ്കിലും ഇവർ 4 ആളും ഒരു പെർട്ടിക്കുലർ സ്ഥലത്തു നിന്നാണ് ഉണ്ടായത്. ഇവർ 4 ആൾക്കും ഒരു സ്ട്രക്ചറാണ്. പിന്നീട് എന്തുകൊണ്ടാണ് അവരുടെ ഫംഗ്ഷൻ വ്യത്യാസം വന്നു? എന്തുകൊണ്ടാണ് വ്യത്യാസം വന്നത്? കാരണം അവരുടെ നീഡ്സ് ഡിഫറെൻ്റ് ആണ്. അതായത് ചീറ്റ ജീവിക്കുന്നത് കാട്ടിലാണ്, വെയിൽസ് ജീവിക്കുന്നത് വെള്ളത്തിലാണ്, റൈറ്റ്? ബാറ്റ്സ് ജീവിക്കുന്നത് മരത്തിലും അല്ലെ, അങ്ങനെ സ്ഥലങ്ങളിലാണ്. നമ്മൾ ജീവിക്കുന്നത് ഗ്രൗണ്ടിലാണ്. സോ നമ്മൾ 4 പേരും ജീവിക്കുന്ന സ്ഥലം, നമ്മുടെ ജീവസ്ഥലം അല്ലെങ്കിൽ വാസസ്ഥലം ഡിഫറെൻ്റ് ആണ്. ആൻഡ് വാസസ്ഥലം ഡിഫറെൻ്റ് ആയതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ ഡിഫറെൻ്റ് ആണ്. എൻ്റെ ആവശ്യം ഒരിക്കലും ഓടി പിടിച്ചിട്ട് വേറൊരു പ്രേനെ പിടിച്ചിട്ട് കഴിക്കുക എന്നുള്ളതല്ല എൻ്റെ ആവശ്യം. എൻ്റെ ആവശ്യം എന്താ? എനിക്ക് എഴുതാൻ പറ്റണം, എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റണം, എനിക്ക് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പറ്റണം, ഫോൺ യൂസ് ചെയ്യാൻ പറ്റണം, ട്രാവൽ ചെയ്യാൻ പറ്റണം, ഫുഡ് കഴിക്കാൻ പറ്റണം. അങ്ങനെ ബേസിക് ആവശ്യമാണ് എനിക്ക് ഈ 2 കൈകൾ കൊണ്ടുള്ളത് അല്ലേ? ആണല്ലോ, അതെ. പക്ഷേ ചീറ്റയ്ക്ക് അതാണോ ആവശ്യം? അല്ല. ചീറ്റ കാട്ടിലായതുകൊണ്ട് തന്നെ അതിന് ഈ പരിപാടികളൊന്നുമില്ല. അതിനെന്താ പരിപാടി? അതിൻ്റെ പ്രേനെ പിടിക്കുക, ഇര പിടിക്കുക, കഴിക്കുക, ഇരനെ പിടിക്കുക, കഴിക്കുക. അപ്പോൾ ഇതിനാണ് അതിന് സ്പീഡ് വേണം, അതിന് ഓടാൻ വേണ്ടി സ്പീഡ് വേണം. എനിക്ക് ഓടാൻ വേണ്ടി സ്പീഡ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, റൈറ്റ്? പക്ഷെ അതിന് ഓടാൻ വേണ്ടി സ്പീഡ് വേണം. അതുകൊണ്ട് ഇതും അതിൻ്റെ ഫംഗ്ഷൻ ചെറുതായിട്ട് മാറി. വെയിൽസിന്റെ കേസിൽ അത് വെള്ളത്തിലാണ്. അപ്പോൾ അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? നീന്തുക അല്ലെങ്കിൽ വെള്ളത്തിലൂടെ സഞ്ചരിക്കാനാണ് വെയിൽസിന്റെ ഫംഗ്ഷൻ വരുന്നത്. ബാറ്റ്സിന്റെ ഫംഗ്ഷൻ മരത്തിലാണ്. സോ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു?
ഫങ്ഷൻസ് മാറി അല്ലേ. ഹെൻസ് ഇൻ ദീസ് ആനിമൽസ് ദ സെയിം സ്ട്രക്ചർ ഡെവലപ്ഡ് അലോങ് ഡിഫറെൻറ്റ് ഡയറക്ഷൻസ് ഡ്യൂ ടു അഡാപ്റ്റേഷൻസ് ടു ഡിഫറെൻറ്റ് നീഡ്. വ്യത്യസ്തമായ ആവശ്യങ്ങൾ വന്നതുകൊണ്ട് തന്നെ ഒരേ സ്ട്രക്ചറുള്ള സാധനം 4 ഫങ്ഷനായിട്ട് ഡൈവേർജ് ചെയ്തു പോയി, അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തു പോയി. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് കൂടി വിളിക്കുന്നത്. സ്ട്രക്ചർ സെയിം ആയിട്ട് പോലും വേറെ വേറെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇവർ ഡൈവേർജ് ചെയ്തിട്ടാണ് എവല്യൂഷൻ നടക്കുന്നത്. അതായത് 1 നിന്ന് 4 എണ്ണമായിട്ട് സെപ്പറേറ്റ് ആയി ഡൈവേർജ് ആയിട്ടാണ് എവല്യൂഷൻ നടക്കുന്നത്. ഡൈവേർജ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ സെപ്പറേറ്റ് ആയി പോകുക എന്നുള്ള അർത്ഥം. അതായത് ഡൈവേർജ് ചെയ്യുക, ഇവിടുന്ന് അങ്ങോട്ട് തുറന്നു കിടക്കുക എന്നുള്ള അർത്ഥമാണ് ഡൈവേർജ് എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറയുന്നത് ഒറ്റ പെർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഡൈവേർജ് ചെയ്യുന്ന 4 ആളിലേക്ക്. 4 അല്ല, ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഈ കേസിൽ 4 ആളിലേക്ക്. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഹോമോലോഗസ് ഓർഗൻസ് എന്താണെന്ന് മനസ്സിലായി, ഡൈവേർജന്റ് എവല്യൂഷൻ എന്താണെന്ന് മനസ്സിലായി. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സാധനമുണ്ട്. ഓക്കെ, എനിവേസ് ഡൈവേർജന്റ് എവല്യൂഷൻ ഒരു പോയിന്റ് കൂടെ പറഞ്ഞിട്ട് നിർത്താം. ഡൈവേർജന്റ് എവല്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുള്ള സ്ട്രക്ചേഴ്സ് ഹോമോലോഗസ് ആണ്. ആൻഡ് ഹോമോലോജിയിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഇവരുടെ കോമൺ ആൻസസ്റ്റർ അല്ലെ, ഒരു പെർട്ടിക്കുലർ ആൻസസ്റ്റർ എന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ നീഡ്സ് അനുസരിച്ച് ഇവർക്ക് വ്യത്യാസം വന്നതാണെന്ന് മനസ്സിലാക്കാം. അതേപോലെ വേറെയും എക്സാമ്പിൾ ഉണ്ട് കേട്ടോ. നമ്മളിപ്പോൾ പഠിച്ച എക്സാമ്പിൾ ഏതാ, 4 limb അല്ലേ, 4 limbs ഓഫ് മാമൽസ്. അത് തന്നെ ചീറ്റ, മാൻ, വെയിൽസ് ആൻഡ് ബാറ്റ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് പഠിച്ച എക്സാമ്പിൾ. അതേപോലെ രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് വേർട്ടിബ്രേറ്റ് ഹാർട്ട് അല്ലെങ്കിൽ ബ്രെയിൻ. ചില വേർട്ടിബ്രേറ്റുകളുടെ ഹൃദയം, അത് ഹാർട്ട് അല്ലെങ്കിൽ ബ്രെയിൻ, തലച്ചോറ്, ഇതിലൊക്കെ എന്തുണ്ട്, ഇതേ പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചർ സിമിലർ ആണ്, പക്ഷെ ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ് എന്നുള്ളൊരു പരിപാടി ഉണ്ട്. അതേപോലെ തന്നെ ചെടികളിലേക്ക് വരികയാണെങ്കിൽ ബോഗൻവില്ല അറിയാലോ, നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉള്ള ബോഗൻവില്ല. അതേപോലെ കുക്കുർബിറ്റ ഫാമിലി. കുക്കുർബിറ്റ എന്ന് പറഞ്ഞാൽ നമ്മളെ കക്കിരി, മത്തൻ, ആ ഒരു ഫാമിലി ആട്ടോ. അതായത് നമ്മളെ ഇതൊക്കെ ഇല്ലടാ, വെള്ളരി, കക്കിരി, ആ ഒരു ഫാമിലി ആട്ടോ. ക്യുക്കുംബർ അല്ലേ, കക്കിരി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ, ക്യുക്കുംബർ. ഓക്കെ, ക്യുക്കുംബർ ഒക്കെ ഉള്ള ഫാമിലിയാണ് കുക്കുർബിറ്റ ഫാമിലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ബോഗൻവില്ല ആണെങ്കിലും കുക്കുർബിറ്റ ആണെങ്കിലും ഇവരിൽ 2 പേരിലും ഇവരെ തോൺസും ടെൻഡ്രിൽസും. ഓക്കെ, നമുക്ക് ഹാർട്ടും 4 limb ഒക്കെ ആണെങ്കിൽ ചെടിക്ക് എന്താണ്, ടെൻഡ്രിൽസും തോൺസും. ടെൻഡ്രിൽസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കയറി ചുറ്റി പോകാനുള്ള വള്ളികളാണ്. ഓക്കെ, തോൺ എന്ന് പറഞ്ഞാൽ മുള്ളുകളാണ്. അപ്പം ബോഗൻവില്ലേൻ്റെ മുള്ളുകളും കുക്കുർബിറ്റിൻ്റെ ടെൻഡ്രിൽസും തമ്മിൽ എന്തുണ്ട്, സിമിലാരിറ്റി ഉണ്ട്. ഫോട്ടോ കാണിച്ചു തരാം. ആദ്യം തന്നെ ഈ ഹാർട്ട് അല്ലെങ്കിൽ ബ്രെയിൻ അല്ല, ഇത് തന്നെ കാണിച്ചു തരാം. ബോഗൻവില്ലേ, ഇതാണ് ബോഗൻവില്ലെ. ഇത് ബോഗൻവില്ലേൻ്റെ മുള്ളുകളാണ്. ഓക്കെ, ബോഗൻവില്ലേൻ്റെ മുള്ളുകളാണ്. ഇത് കുക്കുർബിറ്റ, ഇത് കുക്കുർബിറ്റേൻ്റെ ടെൻഡ്രിലാണ്. ആൻഡ് ഇത് രണ്ടിനും തമ്മിൽ എന്തുണ്ട്, സിമിലാരിറ്റി ഉണ്ട്, സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. അനാറ്റമിക്കലി സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. കാണുമ്പോൾ തോന്നുന്നുണ്ടാവില്ല, പക്ഷെ അനാറ്റമിക്കലി സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ ഇവരുടെ ഫംഗ്ഷൻ വേറെ അല്ലേ. ഇവൻ്റെ ഫംഗ്ഷൻ എന്താ, തോണിൻ്റെ ഫംഗ്ഷൻ എന്താ, ആരെങ്കിലും അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അതിൽ നിന്ന് പ്രൊട്ടക്ഷൻ ആണ് തോണിൻ്റെ ഫംഗ്ഷൻ. പക്ഷേ ടെൻഡ്രിൽസിനെ കൊണ്ട് പ്രൊട്ടക്ഷൻ പറ്റുമോ, ഇല്ല. ടെൻഡ്രിൽസിൻ്റെ ഫംഗ്ഷൻ എന്താ, ഒരു കമ്പുണ്ടെങ്കിൽ ആ കമ്പിൽ ഇങ്ങനെ പിടിച്ച് കയറുക എന്നുള്ളതാണ് ടെൻഡ്രിൽസിൻ്റെ ഫംഗ്ഷൻ. ഈ തോണോണ്ട് പിടിച്ച് കയറാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ ഇവരുടെ സ്ട്രക്ചർ സിമിലർ ആണെങ്കിലും ഇവരുടെ ഫംഗ്ഷൻ ഡിഫറെൻ്റ് ആണ്. ദേ ആർ ഹോമോലോഗസ് ഓർഗൻ ആൻഡ് ദിസ് ഇസ് ഡൈവേർജന്റ് എവല്യൂഷൻ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ. അടുത്തത് കൺവേർജന്റ് എവല്യൂഷൻ ആൻഡ് അനലോഗസ് ഓർഗൻസ് അല്ലെങ്കിൽ അനലോജി. നേരെ ഓപ്പോസിറ്റ്സ് ആണ്. എന്താ ഓപ്പോസിറ്റ്സ് ആണ്? കൺവേർജന്റ് എവല്യൂഷൻ എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ബട്ടർഫ്ലൈൻ്റെയും ബേർഡുകളുടെയും വിങ്സ്. ഓക്കെ, വിങ്സ്, ചിറകുകൾ. ബട്ടർഫ്ലൈ എന്തിനാ ചിറക് ഉപയോഗിക്കുന്നത്? പൂമ്പാറ്റ എന്തിനാ, പൂമ്പാറ്റ എന്തിനാ ചിറക് ഉപയോഗിക്കുന്നത്? പറക്കാനല്ല ചിറക് ഉപയോഗിക്കുന്നത്. ബേർഡ്സ് എന്തിനാ ചിറക് ഉപയോഗിക്കുന്നത്, വിങ്സ് ഉപയോഗിക്കുന്നത്? പറക്കാനല്ലേ വിങ്സ് ഉപയോഗിക്കുന്നത്. രണ്ടാളുടെയും ഫംഗ്ഷൻ ഡിഫറെൻ്റ് അല്ലേ, പക്ഷേ സ്ട്രക്ചർ കാണണം നിങ്ങൾക്ക്. നിങ്ങൾ കണ്ടോക്ക്, ഇതാ ഇതൊരു ബട്ടർഫ്ലൈ അല്ലെങ്കിൽ ഒരു ഇൻസെക്റ്റിൻ്റെ ഒരു ചിറകിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങളീ കാണുന്നത്. ബേർഡിൻ്റെ ചിറകിൻ്റെ സ്ട്രക്ചറാണ് നിങ്ങളാ കാണുന്നത്. സിമിലാരിറ്റി ഉണ്ടോ, ഇല്ലല്ലോ. എടാ അത് എത്ര വലുതാടാ, അതിൻ്റെ രൂപം ഒക്കെ വ്യത്യാസമുണ്ട്. ഇതിലാകെ ഇത്രയല്ലേ ഉള്ളൂ. ഇത് സിമിലർ ആണോ? സിമിലർ അല്ല. ഓക്കെ, സ്ട്രക്ചറലി സിമിലർ അല്ല. പക്ഷെ ഇവരെന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? പറക്കാനല്ലേ രണ്ടാൾ ഉപയോഗിക്കുന്നത്. ഫങ്ഷൻ എന്താണ്? സെയിം ആണ്. സോ എങ്ങനെ പറയാം സ്ട്രക്ചർ സിമിലർ ആണോ? ഒരിക്കലും അല്ല, സിമിലർ അല്ല. ഫങ്ഷൻ സിമിലർ ആണോ? ഓഫ് കോഴ്സ് സിമിലർ ആണ്, പറക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് എന്ത്, അനലോജി എന്ന് പറയുന്നത്. ഓക്കെ, മറ്റേതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. സോ ഐ സജസ്റ്റ് ഏതെങ്കിലും ഒന്ന് പഠിക്കുക. ആൻഡ് പേഴ്സണലി ഞാൻ പഠിക്കുന്നത് ഹോമോലോജിയാണ്. ഞാൻ ഹോമോലോജി അതായത് ആദ്യം പറഞ്ഞ സാധനം അത് പഠിച്ചു വെച്ചതാ. ഹോമോ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഹോമോ എന്ന് പറഞ്ഞാൽ സെയിം, വിച്ച് മീൻസ് ഹോമോ സെയിം സ്ട്രക്ചർ, ഫങ്ഷൻ ഡിഫറെൻറ്റ്.
അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അനലോജി. ഇവിടെ ഫംഗ്ഷൻ സെയിം ആണ്, പക്ഷേ സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, വിങ്സ് ഓഫ് ബട്ടർഫ്ലൈ ആൻഡ് ബേർഡ്സ് ആണ് എക്സാമ്പിൾ. ഇവർ അനാറ്റമിക്കലി സിമിലർ സ്ട്രക്ചർ അല്ല, പക്ഷേ സിമിലർ ഫംഗ്ഷൻസ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇങ്ങനെ അനലോഗസ് സ്ട്രക്ചർ എങ്ങനെ ഉണ്ടായെന്നറിയോ? കൺവേർജന്റ് എവല്യൂഷൻ വഴിയാണ്. നേരത്തെ അവിടെ ഡൈവേർജന്റ് എവല്യൂഷൻ ആണെങ്കിൽ ഇവിടെ കൺവേർജന്റ് എവല്യൂഷൻ ആണ്. എന്താ സംഭവം? ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ഇവോൾവിങ് ഫോർ ദ സെയിം ഫംഗ്ഷൻ. അതായത് ബട്ടർഫ്ലൈൻ്റെ വിങ്സ് അല്ലേ, ഇങ്ങനെയുള്ള ഒരു സാധനം ബട്ടർഫ്ലൈൻ്റെ വിങ്സ്. അതേപോലെ ബേർഡിൻ്റെ വിങ്സ് അല്ലേ, ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര എന്തെങ്കിലും ഒരു സ്ട്രക്ചർ ആയിക്കോട്ടെ. ബേർഡിൻ്റെ വിങ് അല്ലേ, ബേർഡിൻ്റെ വിങ്ങും അതേപോലെ തന്നെ ബട്ടർഫ്ലൈൻ്റെ വിങ്ങും സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്, പക്ഷേ ഇവർ ആവശ്യം സെയിം ആണ്. അതായത് ബട്ടർഫ്ലൈക്കും എന്ത് ചെയ്യണം? പറക്കണം. ബേർഡിനും എന്ത് ചെയ്യണം? പറക്കണം. അപ്പോൾ ഇവർ രണ്ടുപേരും ആവശ്യം സെയിം ആയതുകൊണ്ട് തന്നെ ഇവർ ഒരൊറ്റ ഫംഗ്ഷനിലേക്ക് വന്നു ചേരുകയാണ്. സോ നേരത്തെ എങ്ങനെയായിരുന്നു? നേരത്തെ ഞാൻ വരച്ച ഫിഗർ നോക്കിക്കേ. ഇതാ, ഈ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് 4 എണ്ണമായിട്ട് അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ട് പോകുന്നുണ്ട്. നമ്മൾ അതിനെ ഡൈവേർജൻ്റ് എന്നാണ് വിളിച്ചത്. എന്താ വിളിച്ചത്? ഡൈവേർജൻ്റ് എന്ന് വിളിച്ചു. പക്ഷേ അതായത് ഒരു പോയിന്റിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെയാണോ? ഇവിടെ സെപ്പറേറ്റ് ആൾക്കാർ ഒരു പോയിന്റിലേക്ക് വന്നു ചേരുകയാണ്, ഒരു ഫംഗ്ഷനിലേക്ക് വന്നു ചേരുകയാണ്. അതുകൊണ്ട് തന്നെ വി കോൾ ഇറ്റ് കൺവേർജന്റ് എവല്യൂഷൻ. സോ ഡൈവേർജന്റ് എവല്യൂഷനും കൺവേർജന്റ് എവല്യൂഷനും മനസ്സിലായല്ലോ. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവം ഒന്നുമില്ലല്ലോ. വേറെ എക്സാമ്പിൾസ് തരാം കേട്ടോ. അനലോജി അല്ലെ കൺവേർജന്റ് എവല്യൂഷന്റെ വേറെ എക്സാമ്പിൾസ് ആണ്. ആദ്യത്തത് ഐ ഓഫ് ഒക്ടോപസ് ആൻഡ് മാമൽസ്. അതായത് നമ്മൾ കണ്ണെന്തിനാണ് ഉപയോഗിക്കുന്നത്? കാണാൻ. ഒക്ടോപസ് കണ്ണെന്തിനാണ് ഉപയോഗിക്കുന്നത്? കാണാൻ. വിഷൻ തന്നെയാണ് അവിടെ ഫംഗ്ഷൻ. അപ്പൊ ഇവിടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? വിഷൻ ആണ്. ഓക്കെ, സെയിം ആണ് ഫംഗ്ഷൻ, പക്ഷെ സ്ട്രക്ചർ എന്താണ്? സെയിം അല്ല. കാണിച്ചു തരാം. ദേ, ഇത് ഹ്യൂമൻ ഐ ആണ്. ഇതാണ് ഹ്യൂമൻ ഐൻ്റെ സ്ട്രക്ചർ. ഓക്കെ, ഇത് ഒക്ടോപ്പസ് ഐ ആണ്. ഇതാണ് ഒക്ടോപ്പസ് ഐൻ്റെ സ്ട്രക്ചർ. സെയിം ആണോ? അല്ല. പക്ഷെ രണ്ടാളും കാണാനല്ലേ ഉപയോഗിക്കുന്നത് കണ്ണ്. അതെ. സോ അതെന്തിൻ്റെ എക്സാമ്പിൾ ആണ്? അനലോജിൻ്റെ. വേറെ എക്സാമ്പിൾ നോക്കിക്കോ. പെൻഗ്വിൻസിൻ്റെ ഫ്ലിപ്പേഴ്സ്. അതായത് പെൻഗ്വിൻസിന് ഒരു കുഞ്ഞു സാധനം ഇല്ലേ, ഇങ്ങനെ പെൻഗ്വിൻസ് ഇങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാവാറില്ലേ, അതാണ് ഫ്ലിപ്പേഴ്സ്. അതേപോലെ ഡോൾഫിൻസിനും ഉണ്ട് ഫ്ലിപ്പേഴ്സ്. ഈ പെൻഗ്വിൻസിനുള്ള ഫ്ലിപ്പറും ഡോൾഫിനുള്ള ഫ്ലിപ്പറും ഒരേ ഫംഗ്ഷൻ തന്നെയാണ് ബേസിക്കലി, പക്ഷേ സ്ട്രക്ചർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കാണിച്ചു തരാം. അതെ, നോക്കിക്കോ. ഇതാണ് പെൻഗ്വിൻ, ഇതാണ് ഡോൾഫിൻ. ഓക്കെ, അതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. ഇത് പെൻഗ്വിൻ്റെ ഫ്ലിപ്പർ കണ്ടോ? ഡോൾഫിൻ്റെ ഫ്ലിപ്പർ കണ്ടല്ലോ അല്ലേ? ഇവരുടെ ഫംഗ്ഷൻ സെയിം അല്ലേ? അതെ. പക്ഷെ ഇവരുടെ സ്ട്രക്ചർ സെയിം ആണോ? അല്ല. ഇതൊരു മേലെയാണുള്ളത്, പ്ലസ് ഇതിൻ്റെ സ്ട്രക്ചറേ അല്ല ഇതിനുള്ളത്, വേറെ സ്ട്രക്ചറാണ്. പക്ഷേ ഇവരുടെ ഫംഗ്ഷൻ എന്താണ്? സെയിം ആണ്. സോ അതും എന്തൊരു എക്സാമ്പിളാണ്? അനലോജിക് എക്സാമ്പിളാണ്. 2 എക്സാമ്പിൾ കിട്ടിയില്ലേ? അതുപോലെ പ്ലാന്റ്സിലെ എക്സാമ്പിൾ പറയാം നമുക്ക്. സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് സാദാ പൊട്ടറ്റോ. ഓക്കെ, സ്വീറ്റ് പൊട്ടറ്റോ എന്താണത്? റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. അതായത് വേരുകൾ മോഡിഫൈ ചെയ്ത്, വേര് പ്ലാന്റിന്റെ വേര്, റൂട്ട്, ആ റൂട്ടിനകത്ത് ഫുഡ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ട് അതിങ്ങനെ വീർത്ത് വരുന്നതാണ് സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞത്. പക്ഷെ നമ്മൾ സാധാ പൊട്ടറ്റോ ഇല്ലേ, നിങ്ങൾ വിചാരിക്കും അത് വേരാണ് വീർത്ത് വരുന്നതെന്ന്, പക്ഷെ അല്ല, അതൊരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. പഠിച്ചിട്ടുണ്ടാവുമല്ലോ, മോർഫോളജിയിൽ പഠിച്ചിട്ടുണ്ടാവത്തില്ലേ? അപ്പോൾ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ് പൊട്ടറ്റോ. അപ്പോൾ സ്വീറ്റ് പൊട്ടറ്റോവും എന്താണ്? ഫംഗ്ഷൻ സെയിം ആണ് അല്ലേ? നമ്മൾ കഴിക്കാനാണ് ഉപയോഗിക്കുന്നത്, മെയിൻലി ഫുഡ് സ്റ്റോറേജ് തന്നെയാണ് അവിടെ നടക്കുന്നത്. പക്ഷേ എന്തല്ല, സ്ട്രക്ചർ സെയിം അല്ല. കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സാധാ പൊട്ടറ്റോ, നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കുന്നത്. ഇത് നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോ. ഇവരെ ഫംഗ്ഷൻ സെയിം ആണ്, ഫുഡ് സ്റ്റോർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ ഇവരുടെ സ്ട്രക്ചർ എന്താണ്? കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് കൺവേർജന്റ് എവല്യൂഷൻ ആൻഡ് അനലോജി. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോ? അപ്പോൾ ഡൈവേർജന്റ് എവല്യൂഷൻ ആൻഡ് ഹോമോളജി പഠിച്ചു, കൺവേർജന്റ് എവല്യൂഷൻ ആൻഡ് അനലോജി പഠിച്ചു. അപ്പോൾ നമ്മൾ എന്താ പഠിക്കുന്നത്? മോർഫോളജിക്കൽ ആൻഡ് അനാറ്റമിക്കൽ എവിഡൻസസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതിലാണ് തന്നെ അനാറ്റമിക്കൽ നമ്മൾ പറഞ്ഞു, ഡൈവേർജന്റ് എവല്യൂഷൻ, അതേപോലെ തന്നെ കൺവേർജന്റ് എവല്യൂഷൻ, അല്ലെങ്കിൽ ഇൻ അതർ വേർഡ്സ് ഹോമോളജി ആൻഡ് അനലോജി പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് മോർഫോളജിക്കൽ എവിഡൻസ് ആണ്. അതായത് മോർഫോളജി എങ്ങനെയാണ് എവല്യൂഷന് ഒരു എവിഡൻസ് ആയിട്ട് മാറുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ടോപ്പിക്, ആ ഒരു ഹെഡിങ്ങിൻ്റെ പേരാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഓക്കെ, ഒരു കഥയാണ് ഞാൻ പറഞ്ഞുതരാം, ഇതൊക്കെ മനസ്സിലാവും. ഓക്കെ, വളരെ സിമ്പിൾ സാധനമാണേ. ചെറിയ മക്കൾക്കും കൂടി പറഞ്ഞു കൊടുക്കും. ഞാൻ ഇന്നലെ എൻ്റെ അനിയനെ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ, ഓന് മനസ്സിലായ സംഭവം. ഓക്കെ, അവൻ ഇപ്പം 7th എത്തിയിട്ടുള്ളൂ. അപ്പോൾ അവന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവില്ലേ? മനസ്സിലാവും. അപ്പോൾ എന്താണ് ഇൻഡസ്ട്രിയൽ മെലാനിസം? എന്താണ് സംഭവം? സിംപിളി പറയുകയാണെങ്കിൽ, എടാ ശ്രദ്ധിക്കണേ, പൂമ്പാറ്റയുടെ ചിത്രമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തോ പൂമ്പാറ്റ റിലേറ്റഡ് എന്തോ നമുക്ക് നോക്കാം. ഇംഗ്ലണ്ട് അറിയില്ലേ? ഇംഗ്ലണ്ടിൽ പണ്ട് കാലങ്ങളിൽ ഇത്രത്തോളം ഇൻഡസ്ട്രീസും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, എടാ ഇംഗ്ലണ്ടും ഡെവലപ്പ് ചെയ്യാതിരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഇംഗ്ലണ്ടൊക്കെ ഡെവലപ്ഡ് ആണ്, പക്ഷെ ഡെവലപ്ഡ് അല്ലാതിരുന്നൊരു കാലം ഉണ്ടാവില്ലേ?
ഉണ്ടാവും. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഇംഗ്ലണ്ടിലും എന്തില്ലായിരുന്നു, വലിയ തോതിലുള്ള ഇൻഡസ്ട്രികളോ ഫാക്ടറീസോ ഒന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പം 1850s, അത് 1850 ആ ഒരു കാലഘട്ടത്തിൽ വലിയ ഇൻഡസ്ട്രീസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇൻഡസ്ട്രിയലൈസേഷൻ്റെ മുമ്പ്. ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറേ ഇൻഡസ്ട്രീസ് പണിത് വരുന്നതിനാണ് ഇൻഡസ്ട്രിയലൈസേഷൻ എന്ന് പറയാം. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ മുമ്പ് ഇംഗ്ലണ്ടിൽ എന്തുണ്ടായിരുന്നില്ല, ഇൻഡസ്ട്രീസും ഫാക്ടറീസും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് കുറച്ച് ആൾക്കാർ പോയിട്ട് എന്ത് ചെയ്തു, അവിടെയുള്ള കുറച്ച് പൂമ്പാറ്റകളുടെ ഡാറ്റ എടുത്തു. ബട്ടർഫ്ലൈസ്, ഏതൊക്കെ ടൈപ്പ് ബട്ടർഫ്ലൈസ് ആണ് അവിടെ ജീവിച്ചിരിക്കുന്നത് ഒരു സ്ഥലത്ത്, ഒരു ഏരിയയിൽ പോയിട്ട്. അതായത് ഇപ്പോൾ ഇതൊരു ഏരിയ ആണെന്ന് വിചാരിച്ചു. ഈ ഒരു ഏരിയയിൽ പോയിട്ട്, ഇത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ മുമ്പാണ്, ഇവരെന്ത് ചെയ്തു, ഒരു എന്താ പറയുക, അവിടെ പോയിട്ട് പൂമ്പാറ്റകളുടെ ഒരു ഡാറ്റ എടുത്തു. അങ്ങനെ എടുത്ത സമയത്ത് ഇവർക്ക് എന്ത് മനസ്സിലായി, വൈറ്റ് വിങ്ഡ് മോത്തുകൾ കൂടുതലാണെന്ന് മനസ്സിലായി. എന്താ അവർക്ക് മനസ്സിലായത്, there were more white winged, വെള്ള ചിറകുള്ള പൂമ്പാറ്റകൾ അല്ലെങ്കിൽ മോത്തുകൾ. സിംപ്ലി സെയിങ് ബട്ടർഫ്ലൈസ് എന്നുള്ള ടേമിനേക്കാളും മോത്ത് ഓൾമോസ്റ്റ് സിമിലർ ആണ് കാണാൻ വേണ്ടിയിട്ട്, പക്ഷേ ഡിഫറൻസ് ഉണ്ട് കേട്ടോ, അവർ വേറെ വേറെ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ എന്തായാലും മോത്താണ് ഇവരെടുത്തത് കേട്ടോ, ബട്ടർഫ്ലൈ അല്ല. പൂമ്പാറ്റകൾ എന്ന് പറയുമ്പോൾ they took moths. ഓക്കെ, മോത്ത്സ് ആണ് ഇവരെടുത്തത്. അപ്പോൾ വെള്ള ചിറകുള്ള മോത്തുകൾ കൂടുതലായിട്ട് കാണപ്പെട്ടു. ഓക്കെ, ഡാർക്ക് വിങ്ഡ് അല്ലെങ്കിൽ മെലനൈസ്ഡ് മോത്തുകൾ, അതായത് കുറച്ച് കറുത്ത കളറുള്ള അല്ലെങ്കിൽ കുറച്ച് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള വിങ് ഉള്ള മോത്തുകൾ എന്തായിരുന്നു, കുറവായിരുന്നു. അല്ലെങ്കിൽ മെലാനിൻ ആണല്ലോ കളർ പിഗ്മെന്റ്. അപ്പം മെലനൈസ്ഡ് ആയിട്ടുള്ള മോത്തുകൾ കുറവായിരുന്നു, വെള്ള കളർഡ് മോത്തുകളായിരുന്നു കൂടുതൽ. ഓക്കെ, ജസ്റ്റ് ഞാനൊന്ന് വരച്ച് വെക്കാം, ചുമ്മാ ഒരു പഞ്ചിന്. ഓക്കെ, എൻ്റെ മോത്തിന് ഞാൻ ഇങ്ങനെ വരയ്ക്കത്തുള്ളൂ മോത്തിന് കേട്ടോ, ഇത് മോത്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. ഇതാ ഇവിടെ നോക്കിക്കേ നിങ്ങൾ, കുറേ മോത്തുകൾ നിങ്ങൾ കാണുന്നില്ലേ, ഇതൊക്കെ ഏത് കളറാണ്, വെള്ള കളറാണ് അല്ലേ. കുറച്ച് ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള മോത്ത് ഞാൻ വേണമെങ്കിൽ വരയ്ക്കാം. ഓക്കെ, ഇത് കുറച്ച് ഡാർക്ക് വിങ്ഡ് ആയിട്ടുള്ള മോത്താണേ, അല്ലെങ്കിൽ മെലനൈസ്ഡ് മോത്താണ്. ഇതാകെ രണ്ടെണ്ണേ ഉള്ളൂ. അപ്പം നിങ്ങളൊരു ഡാറ്റ നോക്കിയ സമയത്ത്, ഇത് ഇൻഡസ്ട്രിയലൈസേഷന് മുൻപ് ഒരു ഡാറ്റ നോക്കിയ സമയത്ത് ഇതായിരുന്നു കണ്ടീഷൻ. ഓക്കെ, വെള്ള കളർ മോത്തുകൾ കൂടുതലും, വെള്ള വിങ്ഡ് മോത്തുകൾ കൂടുതലും, ഡാർക്ക് വിങ്ഡ് മോത്തുകൾ കുറവും. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം, ഓക്കെ, ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ 1920 ഒരുപാട് ഇൻഡസ്ട്രികൾ വന്നു, ഒരുപാട് ഫാക്ടറീസ് വന്നു. അങ്ങനെ അതിനുശേഷം ഇതേ ആൾക്കാർ എന്ത് ചെയ്തു, അതേ സ്ഥലത്ത് സെയിം ഏരിയ, ഓക്കെ, ഇതേ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ഇവരെന്ത് ചെയ്തു, പോയി നോക്കി. അങ്ങനെ നോക്കിയ സമയത്ത് ഇവർക്ക് എന്താ മനസ്സിലായത്, കണ്ടീഷൻ നേരെ റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. അതായത് ആകെ എന്തേ ഉള്ളൂ, വൈറ്റ് വിങ്ഡ് മോത്തുകൾ വളരെ കുറവാണ്, ബാക്കി എല്ലാം എന്താണ്, ഡാർക്ക് വിങ്ഡ് മോത്തുകളാണ്. ഓക്കെ, ഡാർക്ക് വിങ്ഡ് മോത്തുകളാണ് മെജോറിറ്റി. റൈറ്റ്, ഡാർക്ക് വിങ്ഡ് മോത്തുകളാണ് മെജോറിറ്റി. അപ്പം 1920 ആഫ്റ്റർ ഇൻഡസ്ട്രിയലൈസേഷൻ ഇവർ നോക്കിയപ്പോൾ ഇതാണ് കണ്ടീഷൻ. ടോട്ടലി എന്തായിട്ടുണ്ട്, റിവേഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നടന്നത്, ഇതും എവല്യൂഷനും തമ്മിൽ എന്താണ് ബന്ധം? ഓക്കെ, പ്രപ്പോർഷൻ റിവേഴ്സ് ചെയ്യപ്പെട്ടു, എന്താണ് ബന്ധം? അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്താണ് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ എവല്യൂഷനായിട്ടുള്ള ബന്ധം? സിംപ്ലി വരാണെങ്കിൽ, പ്രിഡേറ്റേഴ്സ് വിൽ സ്പോട്ട് എ മോത്ത് അഗെയിൻസ്റ്റ് എ കോൺട്രാസ്റ്റിംഗ് ബാക്ക്ഗ്രൗണ്ട്. എന്തെങ്കിലും തിരിഞ്ഞോളാം, പറഞ്ഞുതരാം. ഇത് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ മുന്നേ അല്ലേ? ഇപ്പൊ മോത്തുകൾ എവിടെയാണ് നിൽക്കുക, പൊതുവെ മരത്തിലാണ് നിൽക്കുക. അതാണ് ഞാൻ പച്ച കളർ കൊടുത്തത്. ഓക്കെ, മോത്തുകൾ എവിടെയാണ് നിൽക്കുക, മരത്തിന്റെ മേലെയാണ് നിൽക്കുക. ഇത് മരം. ഓക്കെ, ഇതാണ് മരം. ഓക്കെ, ഇത് മരത്തിന്റെ ബാർക്ക്. ഈ മരത്തിന്റെ ബാർക്കിൽ ഇൻഡസ്ട്രിയലൈസേഷന്റെ മുന്നേ, അതായത് ഇൻഡസ്ട്രീസ് ഒക്കെ വരുന്നതിന്റെ മുന്നേ എന്ത് സംഭവിക്കും, അവിടെ പൊല്യൂഷൻ ഒന്നും തന്നെ ഇല്ല. ഇൻഡസ്ട്രീസ് വരുന്നതിന് മുന്നേ പൊല്യൂഷൻ ഉണ്ടോ? ഇല്ല. പൊല്യൂഷൻ ഒന്നും തന്നെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള, അതായത് ലൈക്കൻസ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്, ലൈക്കൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംബയോട്ടിക് ഓർഗാനിസംസ് ആണ്. ആൻഡ് ഈ ലൈക്കൻസ് പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലത്താണ് ലൈക്കൻസ് കാണപ്പെടുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇൻഡസ്ട്രിയലൈസേഷൻ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ലൈക്കൻസ് ഫുള്ളായിട്ടുണ്ട്. കാരണം എന്താ, പൊല്യൂഷൻ ഒന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ലൈക്കൻസ് എന്തുണ്ട്, ഫുള്ളായിട്ടുണ്ട്. അപ്പൊ ഇവിടെ മൊത്തം എന്താണ് ഇവിടെ മൊത്തം, മരത്തുമേൽ മൊത്തം ലൈക്കൻസ് ആണ്. ഓക്കെ, മരത്തുമേൽ മൊത്തം ഇത് ലൈക്കൺ ആട്ടോ, ഓർഗാനിസം തന്നെയാണ് ബേസിക്കലി, ലിവിങ് ഓർഗാനിസംസ്. ഓക്കെ, ലൈക്കൻസ് ആണ്, സിംബയോട്ടിക് ഓർഗാനിസംസ് ആണ് ലൈക്കൻസ് എന്ന് പറയുന്നത്. അപ്പം മരത്തിൻ്റെ മേലെ മൊത്തം എന്തായി, ലൈക്കൻസ് വന്നു. കാരണം എന്താ, പൊല്യൂഷൻ തീരെ ഇല്ലല്ലോ, അപ്പോൾ ലൈക്കൻസ് വന്നു. ആൻഡ് ഈ മരത്തിന്റെ മേലെ ലൈക്കൻസ് ഉണ്ടോ ഇല്ലോ എന്നൊന്നും ആർക്കറിയില്ല, നമ്മളെ മോത്തുകൾക്കറിയില്ല. ഈ മരത്തിന്റെ മേലെ ആരും വന്നിരിക്കാൻ തുടങ്ങി, മോത്തുകൾ വന്നിരിക്കാൻ തുടങ്ങി അല്ലേ. ഇൻഡസ്ട്രിയലൈസേഷന്റെ മുമ്പാണ് കേട്ടോ മോത്തുകൾ വന്നിരിക്കാൻ വേണ്ടി തുടങ്ങി.
രണ്ട് കളർ മോത്തുകളും വന്നിരിക്കില്ലേ, വെള്ള കളർ മോത്തുകളും വന്നിരിക്കും, അതേപോലെ തന്നെ വൈറ്റ് വിങ്ഡും വന്നിരിക്കും, ഡാർക്ക് വിങ്ഡും വന്നിരിക്കും. വൈറ്റ് വിങ്ഡ് വന്നിരുന്നേ, ഇനി ഞാൻ ഡാർക്ക് വിങ്ഡിനെ കൊണ്ടിരുത്താം. ഇതാ ഡാർക്ക് വിങ്ഡും വന്നേ, ഡാർക്ക് വിങ്ഡ് മോത്തും വന്നു, വൈറ്റ് വിങ്ഡ് മോത്തും വന്നു. നിങ്ങൾ പറ, ഇതിൽ ഏതിനെയാ കാണാൻ നിങ്ങൾക്ക് എളുപ്പം? നിങ്ങൾ ആ വെള്ളേനെ ഞാൻ വരച്ചത് കാണുന്നുണ്ടോ? ഇല്ലല്ലോ. എടാ ഇതിനെ രണ്ടിനെടാ കാണാൻ എളുപ്പം. അപ്പൊ ഈ പ്രഡേറ്റേഴ്സ്, അതായത് ഈ മോത്തിനെ പിടിക്കാൻ വരുന്ന ഒരാൾ, ഞാൻ മോത്തിനെ പിടിക്കാൻ വരുന്ന ഒരു കിളിയാണെന്ന് വിചാരിച്ചോ, അല്ല എന്തോ ആവട്ടെ, ഞാൻ മോത്തിനെ പിടിക്കാൻ വരുന്ന പ്രിഡേറ്ററാണ്. പ്രിഡേറ്റർ എന്ന് പറഞ്ഞാൽ പിടിക്കാൻ വരുന്ന ആൾ, പിടിച്ചിട്ട് കഴിക്കാൻ വരുന്ന ആളാണ് പ്രിഡേറ്റർ. അപ്പൊ ഞാൻ മറ്റേതോ മൃഗമാണ്, ഞാൻ പിടിക്കാൻ വരികയാണ്. ഞാൻ പിടിക്കാൻ വരുമ്പോൾ ഞാൻ നോക്കി പെട്ടെന്ന് നോക്കിയപ്പോൾ ഈ വെള്ളേനൊന്നും ഞാൻ അവിടെ കണ്ടിട്ടില്ല. കാരണം എന്താ, ഒന്നാമത് തിരക്കിട്ട് പിടിച്ചു പോകാനുള്ളൊരു തിരക്കിലാണ്, രണ്ടാമതെന്നുണ്ടെങ്കിൽ ലൈക്കറുള്ളതുകൊണ്ട് തന്നെ എന്താ കാണുന്നില്ല. ഓക്കെ, ഇവരാണ് കാണുന്നത്. ഞാൻ എന്ത് ചെയ്തു, ഇവരെ പിടിച്ച് തിന്നു. ആരെ പിടിച്ച് തിന്നു? ഇതെല്ലാവന്മാരെ ഞാൻ എന്ത് ചെയ്തു, പിടിച്ച് തിന്നു എന്നുള്ളതാണ്. സോറി ഗൈസ്, ലൈക്കൻസ് എല്ലാം പോയല്ലേ, മൈ ബാഡ്. ഓക്കെ, ലെവന്മാരെ ഞാൻ എന്ത് ചെയ്തു, പിടിച്ച് വൈ ഈസ് ദാറ്റ് ഗോയിങ്? ഓക്കെ, ലെവന്മാരെ ഓക്കെ, നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ? ഇവരെ ഞാൻ പിടിച്ച് തിന്നു. ഓക്കെ, ലൈക്കൻസ് അവിടെ തന്നെ ഉണ്ടേ. ഓക്കെ, ലൈക്കൻസ് ആ ബേസിക്കലി ദർ, ലൈക്കൻസ് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ബ്ലാക്ക് വിങ്ഡ് മോത്തുകളെ ഞാൻ പിടിച്ച് കഴിച്ചു. അപ്പോൾ പിടിച്ച് കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചു, ബ്ലാക്ക് വിങ്ഡ് മോത്തിൻ്റെ എണ്ണം കുറഞ്ഞു. ഈ രീതിയിൽ എല്ലാ സ്ഥലത്തും, അതായത് ആ ഒരു ഏരിയയിലുള്ള എല്ലാ മരങ്ങളിലും പ്രിഡേറ്റേഴ്സ് വന്നിട്ട് ഡാർക്ക് വിങ്ഡ് ആൾക്കാരെ പിടിച്ച് തിന്നു പോവുകയാണ്. വൈറ്റ് വിങ്ഡ് ആൾക്കാർ അവിടെ തന്നെ നിലനിന്നു. അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ മുൻപേ നിങ്ങൾക്ക് എന്ത് കണ്ടത്, വൈറ്റ് വിങ്ഡ് മോത്തുകളെ കൂടുതൽ കണ്ടത്, ഡാർക്ക് വിങ്ഡ് മോത്തുകളെ കുറവ് കണ്ടത്. പക്ഷേ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം സംഭവം മൊത്തം തിരിഞ്ഞ്, ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം സംഭവം മൊത്തം തിരിഞ്ഞ്. എന്താ തിരിഞ്ഞത്? ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണ്. നല്ല പൊല്യൂഷനാ. അതുകൊണ്ട് ലൈക്കൺസ് ഒന്നും തന്നെ ഇല്ല. ഓക്കെ, ലൈക്കൺസ് വളരെ കുറച്ച് അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിലായിട്ടോ, അത്രയേ ഉള്ളൂ. ലൈക്കൺസ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ഇനി എന്ത് സംഭവിച്ചു? സ്വാഭാവികമായിട്ടും ഈ മോത്തുകൾക്ക് ഇത് എന്തെങ്കിലും അറിയോ? ഇല്ല. അപ്പോൾ വൈറ്റ് വിങ്ഡ് മോത്തുകൾ വന്നിരിക്കാൻ തുടങ്ങി. ഓക്കെ, വൈറ്റ് വിങ്ഡ് മോത്തുകൾ വന്നിരിക്കാൻ തുടങ്ങി, ഡാർക്ക് വിങ്ഡ് മോത്തുകളും വന്നിരിക്കാൻ തുടങ്ങി. ഇത് വൈറ്റ് വിങ്ഡ് മോത്തുകളാണേ, നിങ്ങൾ ഈ കാണുന്നത് വൈറ്റ് വിങ്ഡ് മോത്താണ് കേട്ടോ. ഇതേപോലെ തന്നെ ആരും വന്നിരിക്കാൻ തുടങ്ങി, ഡാർക്ക് വിങ്ഡ് മോത്തും വന്നിരിക്കാൻ തുടങ്ങി. ഡാർക്ക് വിങ്ഡ് മോത്തും വന്നിരിക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സംഭവം ഇത് ബ്രൗൺ ആണെന്ന് വിചാരിച്ചു. മരത്തിൻ്റെ തടി ബ്രൗൺ ആയിരിക്കുമല്ലോ അല്ലേ, മരത്തിൻ്റെ തടി ബ്രൗൺ ആയിരിക്കും. ഓക്കെ, അപ്പം മരത്തിൻ്റെ തടി ബ്രൗൺ ആണേ, ലൈക്കൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ മരത്തിന് തടി ബ്രൗൺ കളേർഡാണ്. അപ്പോൾ അങ്ങനെ ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ ആ മോത്തിനെ കാണുന്നുണ്ടോ? ഇവിടെയാണ് മോത്തുള്ളത്, അതേപോലെ ഇവിടെ ഒരു മോത്തുണ്ട്. നിങ്ങൾ അതിനെ കാണുന്നേ ഉണ്ടോ ഡാർക്ക് വിങ്ഡിനെ? ഇല്ല. ആരെയാ എടുത്ത് കാണിക്കുന്നത്? ലൈറ്റ് വിങ്ഡിനെ അല്ലേ. അപ്പോൾ പറക്കാൻ വരുന്ന ആൾ പിടിക്കാൻ വരുന്ന ആൾ പറന്ന് വന്നു, വൈറ്റ് വിങ്ഡിനെ എല്ലാം കഴിച്ചിട്ട് പോയി. വൈറ്റ് വിങ്ഡൊക്കെ ഇവിടുന്ന് പോയി. ആരെ ഇവിടെ ഉള്ളൂ? ഡാർക്ക് വിങ്ഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ഡാർക്ക് വിങ്ഡ് മോത്തുകൾ കൂടുകയും വൈറ്റ് വിങ്ഡ് മോത്തുകൾ കുറയുകയും ചെയ്തത്. സംഭവം കത്തിയൊക്കെ ഇതാണ് ഇവിടെ മൊത്തം പറഞ്ഞത്. ഓക്കെ, നിങ്ങളൊന്ന് വായിച്ചു നോക്ക് ഈ സംഭവം. ഞാനിപ്പോൾ എവിടെ എഴുതിയ സാധനങ്ങൾ നിങ്ങളൊന്ന് വായിക്കും, ഒരു തവണ വായിക്കും. മനസ്സിലായോ? കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞതിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പ് എന്താണ്, ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം എന്താണെന്ന് അവിടെ വൃത്തിക്ക് ഞാൻ ഈ പറഞ്ഞ സാധനം ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പിക്ചർ. ഏന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു അൺപൊല്യൂട്ടഡ് ഏരിയ ആണ്. അതായത് നല്ലോണം ലൈക്കൻസ് ഉണ്ട്. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കണ്ടില്ലേ നിങ്ങൾ? ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആണ്. കാരണം എന്താ, ലൈക്കൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ വെള്ളനെ കാണാൻ ബുദ്ധിമുട്ടാണ്. വെള്ളനെ കാണാൻ ബുദ്ധിമുട്ടാണ്, ബ്രൗണിനെയാണ് വേഗം കാണാം. അപ്പോൾ എന്താ, അതാണ് ഫസ്റ്റ്. ഓക്കെ, ഇതെന്താ സംഭവം? അൺപൊല്യൂട്ടഡ് ഏരിയ ആണ്. ഓക്കെ, ഇൻഡസ്ട്രിയലൈസേഷന് മുമ്പേ. ഇത് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷമാണ്. അപ്പോൾ ഇവിടെ കാണാൻ ആരാണ് എളുപ്പം? ഈ വെള്ളനാണ് എളുപ്പത്തിൽ കാണുന്നത്. അപ്പോൾ വെള്ളനെ എടുത്തുകൊണ്ട് പോകും. ഇത് ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം. ഇത് നിങ്ങൾ NCERT ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഫിഗറാണ്. ആണത് കാണിച്ചു എന്നേ ഉള്ളൂ. സംഭവം ഞാൻ വൃത്തിക്ക് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ്, ഇതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ഓക്കെ, ഇതാണ് ഇൻഡസ്ട്രിയൽ മെലാനിസം. ആൻഡ് ഇതെന്താണ്, മോർഫോളജിക്കൽ എവിഡൻസ് ആണ്. എന്തിൻ്റെ? എക്സ്റ്റിങ്ഷൻ്റെ. എടാ, മോർഫോളജി ഇങ്ങനെയായി പോയതുകൊണ്ടല്ലടാ ഇവർ ഈ ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം എക്സ്റ്റിങ്ക്റ്റ് ആയി പോയത്. സോറി, ഇവരല്ല, ഇവർ. എടാ, ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം
സിസ്റ്റം ഇവരെല്ലാം ആര് കഴിച്ചു? പ്രിഡേറ്റേഴ്സ് കഴിച്ചു. അപ്പോൾ ഇവരെ എണ്ണം എന്ത് ചെയ്തു? വല്ലാണ്ട് കുറഞ്ഞു. ഇവർ മുഴുവനായിട്ട് നശിച്ചു പോയിട്ടില്ല, പക്ഷെ ഇവരെ എണ്ണം വല്ലാണ്ട് കുറഞ്ഞു. അപ്പോൾ ഇവരെണ്ണം വല്ലാണ്ട് കുറയാനുള്ള കാരണം എന്താ? ഇവരെ മോർഫോളജി അല്ലേ. അതേപോലെ ഇവരെണ്ണം വല്ലാണ്ട് കുറയാനുള്ള കാരണം എന്താ? ഇവരെ മോർഫോളജി അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത് മോർഫോളജിക്കൽ എവിഡൻസ് ആണ് എന്ത് ഇൻഡസ്ട്രിയൽ മെലാനിസം എന്ന് പറയുന്നത്. എനിവേസ്, ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടുന്ന വേറൊരു കോൺസെപ്റ്റ് ആണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ്. എന്താണ് പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്നുള്ളത്? ഓക്കെ, ഒന്നുമില്ല, ഞാൻ പറഞ്ഞു ലൈക്കൺസ് അല്ലെ. ലൈക്കൺസ് എന്ന് പറയുന്നത് പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പം ലൈക്കൺസ് നിങ്ങളുടെ സ്ഥലത്ത്, നിങ്ങളുടെ വീട്ടിനടുത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രദേശത്ത് ലൈക്കൺ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്ത്, അവിടെ പൊല്യൂഷൻ ഇല്ല. പക്ഷെ നിങ്ങളുടെ പ്രദേശത്ത്, വീട്ടിൻ്റെ അടുത്തുള്ള പ്രദേശത്ത് അല്ലെ ഫ്ലാറ്റിൻ്റെ അടുത്തുള്ള പ്രദേശത്ത് ലൈക്കൺസ് ഉണ്ടാകുന്നില്ലെങ്കിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് യുവർ ഏരിയ ഈസ് പൊല്യൂട്ടഡ്. ഓക്കെ, ദ ഏരിയ ദാറ്റ് യു ആർ സ്റ്റേയിങ് ഇൻ ഇസ് പൊല്യൂട്ടഡ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ലൈക്കൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അത്രയും അവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. വേറെ കൂടുതലായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഇതാണ് എവിഡൻസസ് എന്ന് പറയുന്നത്. എന്തിൻ്റെ? എവല്യൂഷൻ്റെ. അപ്പോൾ നമ്മൾ ഏതൊക്കെ എവിഡൻസസാണ് പഠിച്ചത്? പാലിയന്റോളജിക്കൽ കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എംബ്രിയോളജിക്കൽ എവിഡൻസസ് പറഞ്ഞു അല്ലേ. അത് വിഷയമാണ് നമ്മൾ ക്ലാസ് തുടങ്ങിയത്. പിന്നെ മോർഫോളജിക്കലും പറഞ്ഞു, അനാറ്റമിക്കലും പറഞ്ഞു അല്ലേ. പ്രോപ്പറായിട്ട് എവിഡൻസസ് എല്ലാം തന്നെ ഡിസ്കസ് ചെയ്തു. ഇനിയും എവല്യൂഷൻ നടന്നിട്ടില്ല എന്ന് എൻ്റെ മോശം നോക്കി പറയാൻ പറ്റുന്ന ആൾക്കാരുണ്ടോ? ഉണ്ടാവുമായിരിക്കാം, തെറ്റില്ല, അവരുടെ വിശ്വാസമാണ്. പക്ഷേ what I'm trying to say is എവല്യൂഷൻ നടന്നിട്ടുണ്ട് ആൻഡ് എവിഡൻസസ് ആണ് ഞാൻ കാണിച്ചു തന്നത്. ഓക്കെ, ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കുറച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇതിൻ്റെ ആർട്ടിക്കിൾസും നിങ്ങൾ ഇതിൻ്റെ വീഡിയോസും എടുത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ you'll be like amazed. ഓക്കെ, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എവല്യൂഷൻ നടന്നിട്ടുള്ളത് എന്നുള്ളൊരു ഫാക്റ്റിൽ you'll be amazed because അത്രയ്ക്കും എന്താ പറയുക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എവിഡൻസസ് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതായിരുന്നു 6.3 എവിഡൻസസ് ഫോർ എവല്യൂഷൻ. അടുത്ത നിങ്ങളുടെ സെക്ഷൻ എന്താണ്? 6.4 ഒരു ചെറിയൊരു ടോപ്പിക്കാണ്. വാട്ട് ഇസ് അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, നമ്മുടെ എന്താ പറയുക ഈ റേഡിയോ ആക്റ്റീവ് എലമെന്റ്സിൽ നിന്നൊക്കെ വരുന്ന ആ റേഡിയേഷൻ, ആ സംഭവമാണോ ഇത്? അല്ല കേട്ടോ. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്നത് എവല്യൂഷനെ സംബന്ധിച്ചിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. അപ്പോൾ എന്താണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് നോക്കാം. അഡാപ്റ്റീവ് റേഡിയേഷൻ എന്താ സംഭവം എന്നറിയോ? നമ്മുടെ ചാൾസ് ഡാർവിൻ ഇല്ലേ, ചാൾസ് ഡാർവിൻ ഒരുപാട് ഞാൻ പറഞ്ഞല്ലോ യാത്ര പോയി HMS ബീഗിളിൽ. അപ്പം അങ്ങനെ പോയ ഒരു മെയിൻ സ്ഥലമായിരുന്നു ഗാലപ്പഗോസ് ഐലൻഡ്സ് എന്ന് പറയുന്ന ഒരു ഐലൻഡ്. എന്താ ഐലൻഡിൻ്റെ പേര്? ഗാലപ്പഗോസ് ഐലൻഡ്. ഐലൻഡ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മുടെ ഗാലപ്പഗോസ് ഐലൻഡിൻ്റെ പിക്ചർ എന്ന് പറയുന്നത്. ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക അല്ലെ, കണ്ടാൽ തന്നെ പോവാൻ തോന്നില്ല നിങ്ങൾക്ക് അവിടെ ഗാലപ്പഗോസ് ഐലൻഡ്സിലൊന്ന് പോയി അല്ലേ, ഇവിടെ ചെയറൊക്കെ ഇട്ട് ഇരിക്കാൻ തോന്നില്ലേ? അല്ല, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, നമ്മളിപ്പോഴും ഗാലപ്പഗോസ് ഐലൻഡ്സിനകത്തുള്ള ഒരുപാട് ബയോഡൈവേഴ്സിറ്റി നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ പോലും പറ്റിയിട്ടില്ല. നമുക്ക് ഇതുവരെ അത് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അത് ഗാലപ്പഗോസ് ഐലൻഡ്സിലെ ഡൈവേഴ്സിറ്റി, അത് അത്രത്തോളം ഡൈവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ്. അവിടുത്തെ പല സ്പീഷീസിൻ്റെയും നമുക്ക് ഇപ്പോഴും നമ്മൾ കണ്ടുപിടിക്കാത്ത, നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത, നമുക്ക് അറിയാത്ത സ്പീഷീസ് അവിടെ ഉണ്ടെന്നാണ് ഗാലപ്പഗോസ് ഐലൻഡ്സിൽ ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത് കേട്ടോ. ഗാലപ്പഗോസ് ഐലൻഡ്സിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ആർട്ടിക്കിൾസും വീഡിയോസും അവൈലബിൾ ആണ്. എന്ത് ചെയ്യുക, നിങ്ങളത് കാണാം. ഓക്കെ, നിങ്ങളുടെ ഗൂഗിളിനകത്തൊക്കെ അവൈലബിൾ ആണ്. നിങ്ങളത് കാണാം, കണ്ട് മനസ്സിലാക്കുക ഗാലപ്പഗോസ് ഐലൻഡ് എന്താണെന്ന്. ഇത് ഗാലപ്പഗോസ് ഐലൻഡിലെ ഒരു പാവം കിളി അല്ലേ, പാവം കിളി. എന്താ ഈ കിളിനെ ഞാൻ ഇവിടെ കൊടുക്കാൻ കാരണം? ഒരു കാരണം ഉണ്ടാ, നമ്മുടെ ഡാർവിൻ ഇല്ലേ, ഡാർവിൻ പോയ സമയത്തും ഡാർവിൻ ഈ കിളീനെ കണ്ടു. പക്ഷെ നമ്മളെ ആണ് ഈ കിളീനെ കാണുന്നത് വെച്ചാൽ പാവം കിളി ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് പറഞ്ഞ് നമ്മളിങ്ങ് പോരും. പക്ഷെ ഡാർവിൻ അങ്ങനെയല്ല ചിന്തിച്ചത്. ഡാർവിൻ എന്ത് ചിന്തിച്ചു? ഈ ബ്ലാക്ക് ബേർഡ്സിനെ അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് കളർഡ് ബേർഡ്സിനെ എന്താ ഡാർവിൻസ് ഫിഞ്ചസ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എന്താ വിളിക്കുന്നത്? ഡാർവിൻസ് ഫിഞ്ചസ്. അന്ന് അങ്ങനെയായിരുന്നില്ല വിളിച്ചത്. പക്ഷെ ഇപ്പം നമ്മൾ അവരെ പേരിട്ടിട്ട് എന്ത് വിളിച്ചു? ഡാർവിൻ കണ്ടുപിടിച്ച ഫിഞ്ചസ് അല്ലേ, അല്ലെങ്കിൽ ഡാർവിൻ കണ്ട ഫിഞ്ചസ് അല്ലേ, അതുകൊണ്ട് നമ്മൾ ഡാർവിൻസ് ഫിഞ്ചസ് എന്ന് വിളിച്ചു. ഫിഞ്ചസ്. ഓക്കെ, ബേസിക്കലി ദേ ആർ ഫിഞ്ചസ് ആൻഡ് നമ്മൾ അവരെ സ്പെഷ്യലൈസ്ഡ് ആക്കി ഡാർവിൻ ഫിഞ്ചസ് എന്ന് വിളിക്കുകയാണ്. എന്താ ഡാർവിൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ? ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഞ്ചസ് ഉണ്ടായിരുന്നു അവിടെ ഗാലപ്പഗോസ് ഐലൻഡിൽ. ഒരു ടൈപ്പ് ഫിഞ്ച് അല്ല, പല ടൈപ്പ് ഓഫ് ഫിഞ്ചസ്, പല വെറൈറ്റി ഓഫ് ഫിഞ്ചസ് ഉണ്ടായിരുന്നു. ആൻഡ് ഈ വെറൈറ്റീസ് എല്ലാം തന്നെ ഐലൻഡിൽ നിന്ന് തന്നെ ഇവോൾവ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഇതൊരു ഐലൻഡ്, ഇതാണ് നമ്മുടെ ഗാലപ്പഗോസ് ഐലൻഡ്. നിങ്ങൾ വിചാരിക്കും, ഈ ഐലൻഡിൽ ആദ്യം A എന്ന് പറഞ്ഞൊരു ടൈപ്പ് ഫിഞ്ച് ഉണ്ടായിരുന്നു. ഈ ഫിഞ്ചിൽ നിന്നാണ് പിന്നെ B എന്ന് പറഞ്ഞ ടൈപ്പും C എന്ന് പറഞ്ഞ ടൈപ്പും ഉണ്ടായത്. ഇതിൽ നിന്നാണ് പിന്നെ D എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ടായത്. ആൻഡ് ഇതിൽ നിന്ന് പിന്നെ E എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ടാവുകയും F എന്ന് പറഞ്ഞ ടൈപ്പ് ഉണ്ടാവുകയും ഒക്കെയാണ് ചെയ്തത്. അതായത് പുറത്തുനിന്ന് ഒരു തരത്തിലുള്ള സാധനം, ഒരു തരത്തിലുള്ള ഫിഞ്ചും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഇവിടെ ABCDEF എന്ന് പറഞ്ഞ ഫിഞ്ചസിന്റെ പലതരം വെറൈറ്റീസ് ഉണ്ടെങ്കിൽ അവരെല്ലാം ഈ ഐലൻഡിൽ നിന്ന് തന്നെ ഇവോൾവ് ചെയ്തതാണ് എന്ന് ആര് കണ്ടുപിടിച്ചു? ഡാർവിൻ കണ്ടുപിടിച്ചു. ഇത് പരിണാമത്തിന് അല്ലെങ്കിൽ എവല്യൂഷനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാക്ടർ അല്ലേ? കാരണം A എന്ന് പറഞ്ഞ ഒറ്റ ഫിഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ നിന്ന് പിന്നെ പലതരം പരിണാമം വന്നിട്ട് പലതരം ഫിഞ്ചസ് എന്ത് ചെയ്തു? നടന്നു. അപ്പോൾ എവല്യൂഷൻ ഉണ്ടെന്ന് മനസ്സിലാകുന്നില്ല ഇതിനകത്തുനിന്ന്? സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ,
അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ളത് സീഡ് ഈറ്റിംഗ് ആയിട്ടുള്ള ഫിഞ്ചസ് ആയിരുന്നു. അതായത് വിത്തുകൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന ഫിഞ്ചുകൾ, അല്ലെങ്കിൽ വിത്തുകൾ മാത്രം കഴിച്ച് ജീവിക്കുന്ന പക്ഷിയായിരുന്നു ഒറിജിനലി ഈ എ എന്ന് പറഞ്ഞ ഫിഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണ്, ഒരു ടൈപ്പ് ഓഫ് ബീക്ക്, ഒരു ടൈപ്പ് ഓഫ് കൊക്ക് ബീക്കില്ലേ, ഒരു ടൈപ്പ് ഓഫ് ബീക്ക് ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. പിന്നീട് എന്ത് സംഭവിച്ചു, ഇവര് ഇൻസെക്ടിവോറസും ഒക്കെ ആയി മാറി. ഇൻസെക്ടിവോറസ് എന്ന് പറഞ്ഞാൽ ഇൻസെക്റ്റിനൊക്കെ കാണുന്ന, അതായത് ഇൻസെക്റ്റിനൊക്കെ കഴിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് അവിടെ വിത്ത് മാത്രമേ കഴിക്കുള്ളൂ. പക്ഷെ പിന്നീട് ഇൻസെക്ടിവോറസും വെജിറ്റേറിയനും, അതായത് ചെടികൾ അല്ലെങ്കിൽ പുല്ലുകൾ കഴിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇൻസെക്റ്റുകൾ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഇൻസെക്റ്റുകളെയും പുല്ലുകളെയൊക്കെ കഴിക്കാൻ തുടങ്ങുന്നതിനനുസരിച്ച് ഇവരെ ബീക്കിന്റെ സ്ട്രക്ചർ വ്യത്യാസം വരും. കാരണം വിത്ത് കഴിക്കാൻ വേണ്ട ബീക്കല്ല ഇൻസെക്റ്റിനെ കഴിക്കാൻ വേണ്ടത്. പിക്ചർ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാണ് ഫസ്റ്റ് വെറൈറ്റി. ഓക്കെ, ഇത് സെക്കൻഡ് വെറൈറ്റി, ഇത് തേർഡ് വെറൈറ്റി, ഇത് ഫോർത്ത് വെറൈറ്റി. ഈ 4 വെറൈറ്റീസിനെ നമ്മൾ ഡാർവിൻ ഗാലപ്പഗോസിൽ കണ്ടതാണ്. ഇവരൊക്കെ ബീക്ക് നിങ്ങൾ നോക്കിക്കേ, അതായത് ഈ സംഭവമാണ് ബീക്ക് എന്ന് പറയുന്നത്. ഇവരെ കൊക്ക് അല്ലെങ്കിൽ ഇവരെ വാട്ട് എവർ ഇറ്റ് ഇസ് ബീക്ക് നിങ്ങൾ നോക്കിക്കേ, വ്യത്യാസമില്ലേ? ചിലത് ചെറുതാണ്, ചിലത് നീട്ടം കൂടുതലാണ്, ചിലത് വലുതാണ്, അല്ലെ? പലതരത്തിലുള്ള വ്യത്യാസമുണ്ട്. അപ്പൊ പക്ഷെ ഇവരൊക്കെ എന്താണ്, ഇവോൾവ് ചെയ്ത് വന്നവരാണ്, അല്ലെ? അതായത് ഇതിൽ നിന്ന് ഇത് ഇവോൾവ് ചെയ്തു, അതിൽ നിന്ന് അത് ഇവോൾവ് ചെയ്തു, അങ്ങനെ പോയതാണ്. അല്ലാണ്ട് പുറത്തുനിന്ന് വന്നതല്ല. ആവശ്യങ്ങൾക്കനുസരിച്ച് അവർ മാറിയതാണ്. ഓക്കെ, അതാണ് എവല്യൂഷൻ. അതിനെ ഡാർവിൻ ഒരു പേര് വിളിച്ചു. എന്താ ഡാർവിൻ വിളിച്ച പേര്? ഡാർവിൻ വിളിച്ച പേരെന്താ? അതാണ് സംഭവം, നിങ്ങളെ അഡാപ്റ്റീവ് റേഡിയേഷൻ. ഓക്കെ, എക്സാമ്പിൾ ഞാൻ എന്താ പറയുക, ഡെഫിനിഷൻ പറഞ്ഞുതരാം. ദിസ് പ്രോസസ് ഓഫ് എവല്യൂഷൻ, ബേസിക്കലി എവല്യൂഷൻ തന്നെയാണ് കേട്ടോ. ദിസ് പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് സ്പീഷീസ് ഇൻ എ ഗിവൺ ജോഗ്രഫിക്കൽ ഏരിയ, ഓക്കെ, സ്റ്റാർട്ടിംഗ് ഫ്രം എ പോയിന്റ് ആൻഡ് ലിറ്ററലി റേഡിയേറ്റിംഗ് ടു അതർ ഏരിയാസ് ഓഫ് ജോഗ്രഫി ഇസ് കോൾഡ് അഡാപ്റ്റീവ് റേഡിയേഷൻ. എന്താ പറഞ്ഞത്, ആ ഗാലപ്പഗോസ് എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ഐലൻഡിൽ നിന്ന് എന്താ പറയുക നടന്ന ഒരു എവല്യൂഷൻ്റെ പ്രോസസ്സാണ്. അതായത് ആ ഒരു ഒറ്റ ഐലൻഡിലുള്ള ഓരോ ഫിഞ്ചിൻ്റെ ടൈപ്പിൽ നിന്ന് പലതരം സ്പീഷീസ് ഓഫ് ഫിഞ്ചസ് ഉണ്ടാവുകയാണ്. ആൻഡ് ഈ പലതരം സ്പീഷീസ് ഓഫ് ഫിഞ്ചസ് പിന്നെ ലോകത്ത് മുഴുവൻ സ്പ്രെഡ് ആവുകയാണ്, അല്ലെങ്കിൽ മറ്റ് ഏരിയകളിലേക്ക് സ്പ്രെഡ് ആവുകയാണ്, അല്ലേ? അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ സ്പ്രെഡ് ആവുകയാണ്. ഇതിനെയാണ് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് വിളിച്ചത്. എന്തുകൊണ്ട് അഡാപ്റ്റീവ് എന്ന് പറഞ്ഞ വാക്ക് അവിടെ വരാൻ കാരണം, ഇവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവർ അഡാപ്റ്റ് ചെയ്യാണ്. ഇൻസെക്റ്റുകൾ മാത്രം കിട്ടുന്ന സ്ഥലത്താണെങ്കിൽ ഈ ഫിഞ്ചസിന് ഇൻസെക്റ്റുകൾ കഴിച്ച് ജീവിച്ചേ പറ്റൂ. അങ്ങനെ കുറേ വർഷങ്ങളോളം ഇവർ ഇൻസെക്റ്റ് കഴിച്ച് ജീവിക്കുന്ന സമയത്ത് അവിടെ എവല്യൂഷൻ നടക്കുകയും അവർ പുതിയൊരു സ്പീഷീസ് ആയിട്ട് അവരുടെ കൊക്കിൻ്റെ സ്ട്രക്ചറിൽ വ്യത്യാസം വരികയും അവർ പുതിയ സ്പീഷീസ് ആയിട്ട് മാറുകയും ചെയ്യുകയാണ്. മനസ്സിലായോ? അവരെന്ത് ചെയ്യാണ്, അഡാപ്റ്റ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ താതാത്മ്യം പ്രാപിക്കുക എന്നൊക്കെ പറയില്ല നമ്മൾ. അവർ അഡാപ്റ്റ് ചെയ്യാണ്. അത് ഇങ്ങനെ പറയത്തില്ല നമ്മൾ, തുടക്കത്തിൽ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പിന്നെ ശീലമായിക്കോളും, അല്ലേ? അതേപോലെ തന്നെ തുടക്കത്തിൽ അവർക്ക് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവർ പിന്നീട് എന്തായി, അവർക്ക് ശീലമായി, അവരെന്ത് ചെയ്തു, അഡാപ്റ്റ് ചെയ്തു. ഇതിനെ നമുക്ക് അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, ഓസ്ട്രേലിയൻ ഫിഞ്ചസ് മാത്രമല്ല, വേറെ എക്സാമ്പിൾ ഉണ്ട്. ഏതാ വേറെ എക്സാമ്പിൾ? ഓസ്ട്രേലിയൻ മാർസൂപ്പിയൽസ്, അതായത് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന മാർസൂപ്പിയൽസ്. മാർസൂപ്പിലാമി എന്ന് പറഞ്ഞ ഒരു കാർട്ടൂൺ ഉണ്ടായിരുന്നു കൊച്ചു ടിവിയിൽ. നിങ്ങൾക്ക് അതൊന്നും അറിയാമെന്ന് എനിക്കറിയത്തില്ല. ഞാനൊക്കെ ചെറുതായപ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ മാർസുപ്പിലാമി എന്ന് പറഞ്ഞിട്ട്. എൻ്റെ അനിയനൊക്കെ കാണാറുണ്ടായിരുന്നു. മേ ബി നിങ്ങൾക്കൊക്കെ അറിയാണ്ടാവും മാർസുപ്പിലാമി. ഓക്കെ, എനിവേസ് എനിക്കത് കേൾക്കുമ്പോൾ മാർസുപ്പിലാമി ഓർമ്മ വരാം. എനിവേസ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസും എന്താണ്, ഇതേപോലെ അഡാപ്റ്റീവ് റേഡിയേഷൻ എക്സാമ്പിൾ ആണ് കേട്ടോ. ഇതാണ് ഓസ്ട്രേലിയൻ മാർസുപ്പിയൽസ്. ഓക്കെ, മാർസുപ്പിയൽ റേഡിയേഷൻ ആണ്. പലതരം മാർസുപ്പിയൽസ് ഇവോൾവ് ചെയ്ത് വന്നതാണ് ഓസ്ട്രേലിയ എന്ന് പറയുന്ന ഒരൊറ്റ സ്ഥലത്ത്. മനസ്സിലായില്ലേ? ഇതാ കണ്ടോ, പലതരം മാർസുപ്പിയൽസ് ആണ്. ഇവരെല്ലാം ഒരൊറ്റ സ്ഥലത്ത് ഇന്നാണ് ഇവോൾവ് ചെയ്ത് വന്നവരാണ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, നിങ്ങളെ അഡാപ്റ്റീവ് റേഡിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കോട് കൂടി ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. എംബ്രിയോളജിക്കൽ എവിഡൻസ് എന്നാണ് തുടങ്ങിയത്. പിന്നെ നമ്മൾ അനാറ്റമിക്കൽ എവിഡൻസ് പഠിച്ചു, മോർഫോളജിക്കൽ എവിഡൻസ് പഠിച്ചു, അല്ലേ? അതിനുശേഷം നമ്മൾ ഇൻഡസ്ട്രിയൽ മെലാനിസം എന്നൊരു കോൺസെപ്റ്റ് പഠിച്ചു. പിന്നെ പൊല്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സ് എന്താണെന്ന് പഠിച്ചു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നമ്മൾ അഡാപ്റ്റീവ് റേഡിയേഷൻ കൂടെ പഠിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ എൻഡ് ചെയ്യുന്നത്. റൈറ്റ്, ഇനി അധികം ഒന്നും നമുക്ക് പഠിക്കാനില്ല. നമ്മൾ ഓൾമോസ്റ്റ് ചാപ്റ്ററിൻ്റെ ഒരു മിഡിലൊക്കെ എത്തി. ഇനി കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, കുറച്ച് ടോപ്പിക്സും കൂടെ പഠിക്കാനുണ്ട്. പക്ഷെ നമ്മുടെ ഹ്യൂമണൊക്കെ എങ്ങനെ ഇവോൾവ് ആയെന്ന് പഠിക്കണ്ടേ, ഹ്യൂമൻസ് എങ്ങനെ ഇവോൾവ് ആയെന്ന് പഠിക്കണ്ടേ. അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിൾ, ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ എന്നൊരു പ്രിൻസിപ്പിൾ നമ്മൾ അടുത്ത സെക്ഷൻസിൽ നോക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എക്സാമിന് ഒരുപാട് തവണ വന്നിട്ടുണ്ട്. ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ മനസ്സിലാകത്തില്ല. അപ്പം അതെന്തായാലും ക്ലാസ് കണ്ടിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ പോകണം. കാരണം എക്സാമിന് ചോദ്യം ചോദിക്കും കേട്ടോ. അപ്പോൾ ഹാർഡി-വെയിൻബർഗ് പ്രിൻസിപ്പിൾ പോലത്തെ ടോപ്പിക്സ് ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്,
അടുത്ത ഒരു വീഡിയോസിലായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്നുണ്ട്. ആൻഡ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് ഞാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഡും പറഞ്ഞു തരും നമ്മുടെ എന്ത് പഠിക്കാൻ വേണ്ടിയിട്ട്, ഹ്യൂമൻ എവല്യൂഷൻ പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം അത് പറയുന്ന സമയത്ത് ഓരോ പേര് കേൾക്കുമ്പോൾ അത് ഓർഡറിലൊന്നും ഓർത്തിരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കോഡും ഒക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഒക്കെ ഞാൻ പറഞ്ഞു തരും. സോ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോസ് എല്ലാം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. ഓക്കെ, സ്കിപ്പ് ചെയ്യാതെ തന്നെ ഇരുന്ന് എന്തായാലും വീഡിയോസ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് സെക്ഷനിൽ നിങ്ങൾ ചോദിക്കണം. കമന്റ് സെക്ഷനിൽ ചോദിക്കാനുള്ളത് നിങ്ങളുടെ അധികാരമാണ്. അത് സോൾവ് ചെയ്ത് തരാമെന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്വമാണ്. സോ എന്തായാലും ഞാനത് ചെയ്യും. ഓക്കെ, ആസ് സൂൺ ആസ് പോസിബിൾ ഞാൻ കാണുമ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യും, ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമന്റ് സെക്ഷനിൽ ഫ്രീ ആയിട്ട് ചോദിക്കാം. ഓക്കെ, സോ ടിൽ ദെൻ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുവരെ എടുത്ത സംഭവങ്ങൾ വൃത്തിക്ക് പഠിക്കാം. ആൻഡ് ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.